സ്വാമിജി അവിടെ പുറത്ത് എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് വരും കേട്ടോ. ഇവിടെ നിന്നോളൂ കേട്ടോ. അമ്മ അവിടെ പോയിട്ട് എടുത്തിട്ട് വരാം കേട്ടോ. എനിക്കില്ല എവിടെ പോവരുത്. ഓക്കെ എന്നാൽ സ്റ്റാർ എത്തിയില്ലേ? ഫിലിം സ്റ്റാർ ദേവൻജി എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചേച്ചിയാണ്
മഹോത്സവം 2026 കേരള ചരിത്രത്തിലെ സുവർണ താളുകളിൽ രേഖപ്പെടുത്തേണ്ട ഒരു സംഭവമായി മാറ്റിയ തൃശ്ശൂരിലെ സന്നദ്ധ പ്രവർത്തകർക്കുള്ള ഒരു സ്വീകരണ വേദിയെ ഈ മഹാവേദിയെ ധന്യമാക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് അവരുടെയും അതുപോലെ തന്നെ ഈ വേദിയെ ധന്യമാക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ശ്രീ കെ ഗിരീഷ് കുമാർ അവർകൾ, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ശ്രീ ജി രാജേഷ് അവർകൾ, ചലച്ചിത്ര താരം ശ്രീ ദേവൻ, LMRK ക്യാപ്റ്റൻ ശ്രീ രജിത് കുമാർ, അതുപോലെ തന്നെ സായി സഞ്ജീവിനി ട്രസ്റ്റ്, മൗനയോഗി സ്വാമി ഹരിനാരായണൻ എന്നിവരെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഈ മഹനീയ വേദിയെ ധന്യമാക്കുന്നതിനായി ഏവരെയും ഹൃദയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ നിളാനദിക്ക് എന്നും ഒരു പുണ്യസ്ഥാനമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിളാതീരത്ത് അരങ്ങേറിയിരുന്ന മാമാങ്കം വെറുമൊരു അധികാര പ്രകടനമായിരുന്നില്ല, മറിച്ച് കേരളത്തിന്റെ ആത്മീയ സാംസ്കാരിക കരുത്തിന്റെ വിളംബരം കൂടിയായിരുന്നു. ആ ചരിത്ര സ്മൃതികൾ വർത്തമാന കാലത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഭാരതപ്പുഴയുടെ മണൽപ്പുറത്ത് നടന്ന കേരള കുംഭമേള സനാതന കേരളത്തിന്റെ വീണ്ടെടുപ്പായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു. ചരിത്രത്തോട് സംബന്ധിച്ച 19 ദിനങ്ങൾ കേവലം ഒരു ആചാരത്തിന്റെ പുനരാവിഷ്കാരമായിരുന്നില്ല ഈ മഹാമാസം. ചരിത്രത്തെ അനുകരിക്കുന്നതിന് പകരം ചരിത്രത്തോട് സംവദിക്കുക എന്ന സാഹസികമായ ദൗത്യമാണ് സംഘാടകർ ഏറ്റെടുത്തത്. 19 ദിവസങ്ങളിലായി നിളാതീരത്തേക്ക് ഒഴുകിയെത്തിയത് ലക്ഷക്കണക്കിന് വിശ്വാസികളാണ്. ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്യാസി വര്യന്മാരുടെ സാന്നിധ്യം നിളാതീരത്തെ ഒരു കൊച്ചു കാശിയാക്കി മാറ്റി. പ്രയാഗ്രാജിലെ ഗംഗാ ആരതി അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ സന്ധ്യാനേരങ്ങളിൽ വിളയുടെ മാറിലുയർന്ന ദീപാരാധന വിശ്വാസികൾക്ക് പുത്തൻ അനുഭവമായി. വൻ ജനത്തിരക്കിനെ നിയന്ത്രിക്കാനും സൗകര്യപ്രദമായ സ്നാനത്തിനുമായി നിളയെ ബന്ധിപ്പിച്ചുകൊണ്ടൊരുക്കിയ താൽക്കാലിക പാലം സംഘടനാ മികവിന്റെ ഉദാഹരണമായിരുന്നു. എത്തിയവർക്കെല്ലാം വചനമിരിക്കാനും സ്നാനത്തിനുമുള്ള സൗകര്യങ്ങൾക്കൊപ്പം മുടക്കമില്ലാത്ത ഭക്ഷണവും വിശ്രമവും ഉറപ്പാക്കാൻ സാധിച്ചു. പ്രതിസന്ധികളെ അതിജീവിച്ച സംഘാടനം ഒരു മുൻപരിചയവും ഇല്ലാത്ത ഇത്തരം ഒരു വൻകിട പരിപാടി കേരളത്തിൽ നടപ്പിലാക്കുക എന്നത് അത്യന്തം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. സർക്കാർ തലത്തിലുള്ള അനുമതികൾ ലഭിക്കുന്നതിലുണ്ടായ സാങ്കേതിക തടസ്സങ്ങളും ഉദ്യോഗസ്ഥ തലത്തിലെ നിസ്സഹകരണവും ഈ മഹാമാസത്തിന് പ്രതിബന്ധത സൃഷ്ടിച്ചു. എന്നാൽ ഈ പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ച് കേരള കുംഭമേളയെ ഒരു വൻ വിജയമാക്കാൻ സാധിച്ചതിന് പിന്നിൽ അർപ്പണ ബോധമുള്ള നേതൃത്വം വലിയൊരു ഘടകമായിരുന്നു. ആശയത്തിൽ ഉറച്ചതും അവതരണത്തിൽ ആധുനികവുമായ ഈ കുംഭമേള ആത്മീയതയെ ആചാര പരിധികളിൽ നിന്ന് സമൂഹ ബോധത്തിലേക്കും ദേശീയ ചിന്തയിലേക്കും വ്യാപിപ്പിച്ചു. സനാതന കേരളത്തിന്റെ വീണ്ടെടുപ്പ് ആത്മീയതയെ കേവലം വ്യക്തിപരമായ വിശ്വാസത്തിനപ്പുറം സനാതന ധർമ്മത്തിന്റെ ഐക്യ സന്ദേശമാക്കി മാറ്റാൻ ഈ മേളയ്ക്ക് സാധിച്ചു. വലിയ തിരക്കിനിടയിലും ലക്ഷ്യബോധം നഷ്ടപ്പെടാതെ സന്ദേശം കൈമാറുന്നതിൽ സംഘാടകർ വിജയിച്ചു. നിളാതീരത്തെ ഈ മഹാമാസം ഒരു പഴയ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുക മാത്രമല്ല, കേരളത്തിന്റെ ആത്മീയ പൈതൃകം വീണ്ടെടുത്തുകൊണ്ട് പുതിയൊരു കാലത്തെ രൂപപ്പെടുത്തുക കൂടി ചെയ്തു. മഹാമാഘ മഹോത്സവത്തിന്റെ പ്രധാനിയായ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതിയുടെ പിറകിൽ നിന്നുകൊണ്ട് മേളയുടെ ആദ്യാവസാനം ഊർജ്ജസ്വലമായി പ്രവർത്തിച്ച തൃശ്ശൂരിൽ നിന്നുള്ള ധർമ്മസേവകരെ തൃശ്ശൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ ഈ വേദിയിൽ ആദരിക്കുന്നു. ഈ കൂട്ടായ പരിശ്രമം സനാതന കേരളത്തിന്റെ ആത്മാവിനെ വീണ്ടും ചരിത്രത്തിന്റെ ശരിയായ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഏവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ ഒരു
തിരുനാവായ മഹാമാഘ മഹോത്സവത്തെ ചരിത്രത്തിന്റെ ഭാഗമാക്കിയതിൽ ഹൃദയപൂർവ്വം കൃതജ്ഞതകൾ അർപ്പിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു മഹനീയ വേദി അഷ്ടപതിയോടുകൂടി നമുക്ക് ആരംഭിക്കാം. അഷ്ടപതി ആലപിക്കുന്നതിനായി സജിത് നായർ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഈ വേദിയിൽ ദീപപ്രജ്വാലനമാണ് നടക്കുന്നത്. വേദിയിലെ എല്ലാ മഹനീയ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ദീപപ്രജ്വാലനത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. മഹനീയ വേദിയെ നിറദീപങ്ങളാൽ ധന്യമാക്കിയ എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഈ ആദര സദസ്സിലേക്ക് സ്വാഗതം അർപ്പിക്കുന്നതിനായി തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ശ്രീ കെ ഗിരീഷ് കുമാർ അവരുടെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ മഹനീയമായ ഈ ചടങ്ങിലേക്ക് എത്തിയിട്ടുള്ള എല്ലാവർക്കും ആദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ്. പൂജനീയ സ്വാമിജി മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ
ശ്രീ ജി രാജേഷ്, സെക്രട്ടറി പാർലമെൻകാവ് ദേവസ്വം, ആമുഖ പ്രഭാഷണം നടത്തുന്ന വടക്കുംപാട്ട് നാരായണൻ, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന വിശിഷ്ടാതിഥികളായിട്ടുള്ള ശ്രീ ദേവൻ, ശ്രീ രജിത് കുമാർ, നന്ദി രേഖപ്പെടുത്തുന്ന ശ്രീ മനീഷ് കുമാർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സജ്ജനങ്ങൾ, വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമുക്കെല്ലാവർക്കും അഭിമാനത്തോടെ തലയുയർത്തി നിർത്താൻ സാധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ കേരള ജനതയെ ഈ ഒരു കുംഭമേള കൊണ്ട് സാധിച്ചു എന്നുള്ളതിന് നമ്മളെല്ലാവരും ഭഗവാനോടും ഭഗവതിയോടും അതേപോലെ തന്നെ പൂജനീയ സ്വാമിജിയോടും അതിന് പ്രവർത്തിച്ച ആ സത്കർമ്മങ്ങൾ അവരവരുടെ സന്തോഷപൂർവ്വം നിർവഹിച്ച ആ കൂടെയുള്ള ആ വിശിഷ്ട വ്യക്തികൾക്കും ആദ്യമായി വലിയൊരു നമസ്കാരം പറയുകയാണ്. ജനുവരി മാസം 18-ാം തീയതി മുതൽ ഫെബ്രുവരി മാസം 3-ാം തീയതി വരെ കേരളത്തിലെ ആ മഹാമാമാങ്കം അല്ലെങ്കിൽ മഹാമാഘ മഹോത്സവം തിരുനാവായ മലപ്പുറത്ത് നടന്നപ്പോൾ അതിൻ്റെ പ്രാരംഭം, അതിനെക്കുറിച്ച് ആലോചിച്ചത് പൂജനീയ സ്വാമിജി നമ്മുടെ ബ്രഹ്മസ്വം മഠത്തിൽ വെച്ച് അതിൻ്റെ ഒരു ചെറിയ പ്രാരംഭ യോഗം കൂടുകയും എനിക്ക് തോന്നുന്നത് അതിനുശേഷം അതിന് തടസ്സങ്ങൾ വന്നപ്പോൾ പത്രമാധ്യമങ്ങളോടും ദൃശ്യമാധ്യമങ്ങളോടും അതിനെ ഉറച്ചു പറയുന്നതിനും ആ വേദി തന്നെ ഉപയോഗിക്കുകയും ഇന്ന് അതിൻ്റെ എല്ലാ സമാപ്തി കൊണ്ട് അതിൽ പ്രവർത്തിച്ച ആ ധർമ്മസേവകർക്ക് തൃശ്ശൂർ പൗരാവലിയുടെ സ്വീകരണം നടക്കുന്നതും തൃശ്ശൂരിൽ വെച്ച് തന്നെ നടത്താൻ സാധിച്ചു. അതിൽ നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കുവാനും സാധിച്ചു. നമ്മൾ ഓരോരുത്തരും നമ്മൾ തിരുനാവായ മണപ്പുറത്ത് നമ്മൾ എത്തുകയും സ്നാനം കഴിക്കുകയും അതേപോലെ തന്നെ ഈ സത്കർമ്മത്തെ നമ്മളെല്ലാവരും മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് നമ്മൾ വലിയൊരു എന്താ പറയുക മഹാകുംഭമേള തന്നെ നടത്താൻ നമുക്ക് സാധിച്ചു. ആദ്യമെല്ലാം എല്ലാവരും ഒന്ന് പിന്നിട്ടിറങ്ങിയെങ്കിലും അതിൻ്റെ ആ ധർമ്മ സംഘാടനം നടത്തിയിട്ടുള്ള ആ മഹൽ വ്യക്തികൾ, ധർമ്മസേവകര്, അവരിതിനു വേണ്ടി പ്രയത്നിച്ചതിൻ്റെ ഒരു സ്വീകരണം നടത്തുക എന്നുള്ളതാണ് ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ള ഈ സജ്ജനങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചത്. അതും വളരെ ഭംഗിയാവാൻ നമുക്ക് സാധിച്ചു. കൂടുതൽ ഇതിനെക്കുറിച്ച് നമ്മളെല്ലാവരും ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലും നമുക്ക് കാണുവാനും കേൾക്കുവാനും അതിനു പുറമെ നമ്മളത് അനുഭവിച്ചറിയുവാനും നമുക്ക് എല്ലാവർക്കും സാധിച്ചിട്ടുള്ളവരാണ് ഇവിടെ ഉള്ളത്. അതിന്റെ സത്യം എന്താണ്, അതിന്റെ പൊരുൾ എന്താണ്, 10-250 വർഷം മുന്നേ നടന്ന മാമാങ്കം അന്നിന്നുപോയത് വീണ്ടും പുനരാവിഷ്കരിക്കാൻ പൂജനീയ സ്വാമിജിയുടെ നേതൃത്വത്തിൽ അതിന് കഴിഞ്ഞു. അതിന് തൃശ്ശൂരിന് അതിൻ്റെതായ ആ ഒരു പ്രമാണിത്വം അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകാൻ തൃശ്ശൂർ പൗരാവലിക്കും കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ദൃഷ്ടാന്തമാണ് നമുക്ക് ഈ പൗരാവലി ഇന്നിവിടെ യോഗം കൂടിയിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങളിൽ വിശദമായ കാര്യങ്ങളെല്ലാം സ്വാമിജിയും മറ്റ് മഹൽ വ്യക്തികളും സജ്ജനങ്ങളെല്ലാവരും ഇവിടെ പ്രസംഗിക്കുന്നുണ്ട്. എൻ്റെ കർമ്മം സ്വാഗതം ആശംസിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമുക്ക് അനുഗ്രഹ പ്രഭാഷണം നടത്താൻ എത്തിച്ചേർന്നിട്ടുള്ള പൂജനീയ സ്വാമിജി മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജിനെ നമുക്ക് ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. തൃശ്ശൂരിലെ ഓരോ കുട്ടിക്കും വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ പൂർവാശ്രമം തൊട്ട് ഇപ്പോഴുള്ള സ്ഥിതി വരെ എന്തെല്ലാമാണെന്ന് എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഓരോരുത്തർക്കും സ്വാമിജിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വാമിജിയെ ഈ യോഗത്തിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്.
അതുപോലെ തന്നെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ രാജേഷ് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി. രാജേഷിനെ കുറിച്ച് നമ്മൾ തൃശ്ശൂർക്കാരോടൊന്നും പറയേണ്ട കാര്യമില്ല. പാറമേക്കാവിൻ്റെയും തൃശ്ശൂരിൻ്റെയും തൃശ്ശൂർ പൗരാവലിയുടെയും എല്ലാ കാര്യങ്ങളിലും നിറസാന്നിധ്യമായ ശ്രീ രാജേഷിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ആമുഖ പ്രഭാഷണം നടത്തുന്ന വടക്കുംപാട്ട് നാരായണൻ മാഷ എനിക്ക് കർണാടക ആശ്രമത്തിൽ വെച്ച് തൊട്ട് പരിചയമുള്ളതാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും തൃശ്ശൂരിൻ്റെ സജ്ജനങ്ങളുമായി ചേരുന്ന എല്ലാ കാര്യങ്ങളിലും എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന, അതിന് നേതൃത്വം നൽകുന്ന നാരായണ മാഷ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ശ്രീ ദേവൻ ചലച്ചിത്ര താരം, അദ്ദേഹത്തെയും തൃശ്ശൂർക്കാരെന്നല്ല നമ്മുടെ കേരളത്തിലെ തമിഴ്നാട്ടിലെയും എല്ലാവരെയും അറിയുന്ന ഒരു മഹൽ വ്യക്തിയാണ്. ആ മഹൽ വ്യക്തിയെ നമ്മൾ കൂടുതൽ നമ്മുടെ സ്വാഗതത്തിലേക്ക് പോകേണ്ട കാര്യ തൃശ്ശൂരിൻ്റെ ഒരു അഭിമാനമാണ്. ശ്രീ ദേവനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൗനയോഗി സ്വാമി ഹരിനാരായണൻ സായി സഞ്ജീവനി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തിയിട്ടുള്ള മൗനി യോഗി സ്വാമി ഹരിനാരായണൻ അവരുടെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ രജിത് കുമാർ അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നന്ദി രേഖപ്പെടുത്തുന്ന ശ്രീ മനീഷിനെയും കൂടാതെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെയും സജ്ജനങ്ങളെയും സ്വാമിജിമാരെയും എല്ലാ സജ്ജനങ്ങളെയും വീണ്ടും വീണ്ടും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് തൃശ്ശൂർ പൗരാവലിയുടെ ഈ സ്വീകരണം ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ള ആ ധർമ്മ സേവകർക്ക് തൃശ്ശൂർ പൗരാവലിയുടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ മഹനീയ വേദിയിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആശംസിച്ച ശ്രീ കെ ഗിരീഷ് കുമാർ അവർക്ക് അദ്ദേഹത്തിന്റെ ഭാഷണം നന്ദി അറിയിക്കുന്നു. ആമുഖ ഭാഷണത്തിനായി തെക്കേ മഠം മാനേജർ ശ്രീ വടക്കുംപാട്ട് നാരായണൻ അവരെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ധന്യമായ ഒരു സായാഹ്നം. ഈ സായാഹ്നത്തിന് സന്ദർഭമുണ്ടാക്കിയ മഹാമണ്ഡലേശ്വരനും അദ്ദേഹത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ത്യാഗിവര്യന്മാർക്കും നമസ്കാരം. പ്രയാഗരാജിലെ കോടിക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു മേള തന്നെ നടക്കുകയുണ്ട്, കുംഭമേള. ആ കുംഭമേള നടത്താനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചത് പൂജനീയ മഹാമണ്ഡലേശ്വർജിയായിരുന്നു. അന്നത്തെ ആ സാഹചര്യം ശരിക്കും അനുഭവിക്കാൻ ഉള്ള യോഗം എനിക്കുണ്ടായിരുന്നു. സ്വാമിജി അവിടെ വെച്ചിട്ടാണ് മഹാമണ്ഡലേശ്വരായിട്ട് അവരോധിക്കപ്പെട്ടത്. അതിനുശേഷം തൃശ്ശൂർക്ക് വന്നപ്പോൾ ഈശ്വരാധീനം കൊണ്ടും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും ആദ്യമായിട്ട് സ്വീകരണം കൊടുക്കാൻ തൃശ്ശൂർ തെക്കേ മഠത്തിനാണ് യോഗം ഉണ്ടായത്. അത് യഥാർത്ഥത്തിൽ ഞങ്ങൾക്കൊക്കെ തന്നെയുള്ള ഒരു അനുഗ്രഹം. തുടർന്ന് അതിവിപുലമായ വിധത്തിൽ ഇവരുടെ സംഘാടകർ എല്ലാവരും കൊണ്ട് പൗരാവലി മൊത്തം അതികേമമായിട്ടുള്ള ഇദ്ദേഹത്തിലുള്ള ഒരു സ്വീകരണം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. വടക്കുന്നാടിൻ്റെ തിരുവനന്തപുരം. പക്ഷേ ഇതുകൊണ്ട് ചില സാങ്കേതിക കാരണങ്ങൾ
അതവിടെ നടത്താൻ പറ്റാത്ത അവസ്ഥ വന്നു. അത് കൗൺസിലറിലേക്ക് മാറ്റി. അവിടെ പറ്റാവുന്നിടത്തോളം ആൾക്കാർ സജ്ജനങ്ങൾ അവിടെ തൂങ്ങി നിറഞ്ഞു. അവിടെ കൊള്ളാത്തവർ പുറത്ത് ധാരാളം ആൾക്ക് നിന്നു. ഇതിൻ്റെ കാര്യത്തിൻ്റെ പ്രധാന കാര്യം ഇത്രയും ആൾക്കാർ അന്ന് കണക്കാക്കിയത് ഇതിൻ്റെ പ്രധാനമായിട്ട് അതിൻ്റെ സംഘാടകർ എന്നുള്ള നിലയ്ക്ക് കേശവദാസും അതുപോലെ തന്നെ ജയരാജനും ഇത്രയും പോലുള്ള ആൾക്കാരൊക്കെ അന്ന് കണക്കാക്കിയത് ചുരുങ്ങിയത് 5000 ആൾക്കാരെങ്കിലും പങ്കെടുക്കുന്നു എന്നാണ്. എനിക്കുണ്ടായിട്ടുണ്ട്. സൂചിപ്പിക്കുന്നത് ഒറ്റ കാര്യമാണ്, ഈ മഹാമണ്ഡലേശ്വർ നമ്മുടെ സനാതന ധർമ്മത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ അഭിനവ ശങ്കരനെ പോലെ ഇവിടെ രൂപം കൊണ്ടിട്ടുള്ള ഒരു മഹാപ്രതിഭ. ആ പ്രതിഭയെ സമൂഹം മുഴുവൻ അംഗീകരിക്കും. സനാതന ധർമ്മത്തെ ആഗ്രഹിക്കുന്നവര് മുഴുവൻ തന്നെ അദ്ദേഹത്തെ അംഗീകരിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് അന്നുണ്ടായതും തുടർന്നുണ്ടായത്. ഒരു ചൊല്ലുണ്ടല്ലോ, അധർമ്മത്തിന്റെ വേർച്ചെന്ത ഞാനെടുത്ത പരശ്വസം കണ്ടുപോകും നിങ്ങൾ എൻ കയ്യിൽ മതത്തു പറയേണ്ടിയിരിക്കുക. ആ സനാതന ധർമ്മത്തെ വീണ്ടെടുക്കുക, അത് തന്നെയായിരുന്നു എപ്പോ കാണുമ്പോഴും സ്വാമിജി പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അദ്ദേഹം മാമാങ്കൂർ ഇവിടെ മഹാമഠം സംഘടിപ്പിച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞു, ഈ സനാതന ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ എല്ലാ പരമ്പരകളുടെയും അതേപോലെ തന്നെ സജ്ജനങ്ങളുടെയും എല്ലാ ഗുരുനാഥന്മാരുടെയും എല്ലാവരുടെയും അനുഗ്രഹത്തോടും സാന്നിധ്യത്തോടും കൂടിയിട്ട് അത് പറ്റാവുന്നിടത്തോളം നടത്തണം എന്ന് ഇതിന്റെ സമാപനമായപ്പോൾ അപ്പോൾ തന്നെ സ്വാമി പറഞ്ഞു, ഇത്രയൊക്കെ ഗംഭീരാവും എന്ന് വിചാരിച്ചിരിക്കാൻ കഴിയും. ഒരാളും ഒരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടാവില്ല അത്ര ഗംഭീരായി എന്ന്. ശരിക്കും മഹാമഖൻ ഒരു മഹാസംഭവമായിട്ട് മാറും. അതിന്റെ കാരണം ഈ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം സനാതന ധർമ്മം എന്ന് ഭാരതീയമായ ഈ തത്വസംഹിതകളെയും ധർമ്മത്തെയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യാനുള്ള ഇച്ഛാശക്തി. ആ ഇച്ഛാശക്തി ഉള്ളതുകൊണ്ടാണ് എന്തൊക്കെ വലിയ തടസ്സങ്ങളുണ്ടാകും. ആ തടസ്സങ്ങൾ ഉണ്ടായപ്പോഴും അതിനെ എങ്ങനെയൊക്കെ വേണം പ്രതികരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു യോഗം അന്ന് കേരളത്തിലാണ് സ്വാമി സംഘടിപ്പിച്ചത്. അന്ന് പല ആൾക്കാരും വിചാരിച്ചത് സ്വാമി ചോദിക്കും എന്നാണ്. ഒരു ക്ഷോഭം ഉണ്ടായില്ല. അക്ഷോഭ്യനായിട്ട് നിസ്സംഗനായിട്ട് സമചിത്തനായിട്ട് അതേസമയത്ത് ഇച്ഛാശക്തിയോട് കൂടിയിട്ട് അത് നടത്തും എന്ന് പറയാനുള്ള ആ കരുത്തുണ്ടല്ലോ, ആ കരുത്ത് അദ്ദേഹം കാണിച്ചു. ആ കരുത്തിന്റെ പ്രധാന കാരണം ഈ നേരത്തെ പറഞ്ഞ സനാതന ധർമ്മം എന്നുള്ളതിനെ മുറുകെ പിടിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് എത്രയോ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ അദ്ദേഹത്തിന്റെ പുറകിൽ നേരത്തെ പറഞ്ഞ 2-3 ആൾക്കാർ കൂടാതെ എത്രയോ ആൾക്കാർ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ RSSന്റെയും അതുപോലെ തന്നെ സേവാഭാരതിയുടെയും എന്ന് തുടങ്ങിയിട്ട് എത്ര ആൾക്കാർ അവിടെ നിർലോഭമായിട്ടുള്ള സഹകരണമായി ഉണ്ടായി എന്നുള്ളത് ഇത് കാണുമ്പോൾ തോന്നുക ഇത് വെള്ളച്ചോറിൽ തഴമ്പേപ്പെടും കൈയല്ല, ഉണ്ടൊരു സത്യസാചി അതിന് പുറകിലായി. ആ സത്യസാചിയാണ് സാക്ഷാൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന ശ്രീ ആനന്ദവനം സ്വാമി. ആ സ്വാമിയുടെ നേതൃത്വത്തിൽ അതിഗംഭീരമായിട്ട് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ കുംഭമേളയിൽ അത് നന്ദി പറയാനും നമ്മൾ ആരുമല്ല, അദ്ദേഹത്തെ ആദരിക്കാനും നമ്മൾ ആരുമല്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം പറയാം, നമുക്കൊരു പ്രണാമം അർപ്പിക്കാനും. ആ പ്രണാമം അർപ്പിക്കുന്നു, അതിനു വേണ്ടിയിട്ടാണ്, അത് വേണമെന്ന് തോന്നിയിട്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നു എന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും എൻ്റെതായിട്ട് പ്രണാമം ഇവിടെ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പുറംതൊട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ആ ആൾക്കാർ അവര് പ്രധാനപ്പെട്ട ആൾക്കാർ എത്രയോ ആൾക്കാർ ആദരിക്കപ്പെടേണ്ടവരുണ്ട്. പക്ഷെ അവർക്കും അത് ഒരു ടോക്കണായിട്ട് നന്നായിട്ടോ എന്ന് പറയുകയും ചെയ്യാനും ആ നിലയ്ക്കുള്ള ഒരു അനുമോദനം അതാണ് ഇവിടെ എൻ്റെ സംഘാടകർ പ്രധാനമായിട്ടും ഇന്ന് ഈ യോഗം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സ്വാമിജിയെ നമുക്ക് എന്തൊക്കെയാണ് പറയേണ്ടത് നിശ്ചിത തരത്തിൽ അദ്ദേഹം അത്രമാത്രം
ശക്തനാണ് എന്ന് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ഒരു സംശയമില്ലാതെ കണ്ട് ഈ കേരളത്തെ, ഭാരതത്തെ സനാതന ധർമ്മത്തിന്റെ പാതയിൽ കൂടിയിട്ട് മുന്നോട്ട് നയിക്കാൻ പ്രാപ്തനാണ് അദ്ദേഹം എന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൂടിയിട്ട് അദ്ദേഹം തെളിയിപ്പിച്ചു കഴിഞ്ഞു. അതിനൊക്കെ തന്നെ നമ്മളൊരു മോറൽ സപ്പോർട്ട് എന്ന് പറയുന്നില്ല, ഞങ്ങളൊക്കെ ഏറ്റവും മുന്നിൽ പുറന്തോട്ടത്തേക്ക് ഉണ്ട് എന്ന് പറയാനുള്ള ഒരു ഇത് മാത്രമേ നമുക്കൊക്കെ ഉള്ളൂ. ആ മഹാത്മാവിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ശേഷിയും ശേഷുഷിയും ഉണ്ടാകുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എല്ലാ വന്നിട്ടുള്ള മുഴുവൻ ആൾക്കാരെ നമസ്കരിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആദരിക്കപ്പെടുന്നതായിട്ടുള്ള ആൾക്കാരുണ്ട്. ഒക്കെ ടോക്കൺ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ ആദരിക്കണം എന്നുള്ളത് മാത്രമേ തൽക്കാലം ഉണ്ടാവുള്ളൂ. എന്തായാലും അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അത് അടുത്ത വർഷം സൂചിപ്പിക്കുന്നുണ്ടായിട്ട് ഏപ്രിൽ മാസം മുതൽ കൂടുതൽ ഗൗരവതരമായ ചിന്തയിൽ കൂടിയിട്ട് അടുത്ത വർഷത്തെ മഹാമഖം അവിടെ നടത്താനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നു. തുടർന്ന് 2028 കുറേ കൂടി ക്ഷേമമായിട്ട്, അതാണ് ഓരോ വർഷം കഴിയുന്നതോറും അതിങ്ങനെ ക്ഷേമമായിട്ട് വരികയാണ്. ഇത് ഭാരതം മുഴുവൻ ഇനി കേരളത്തിലേക്ക് തെക്കോട്ടാണ് ഈ ദർശനം എന്ന ഒരു തലത്തിലേക്ക് നീങ്ങാൻ അദ്ദേഹത്തിൻ്റെതായ പ്രവർത്തനം സാർത്ഥകമാവട്ടെ. അതിന് എല്ലാ തരത്തിലും വേദമൂർത്തിയും എല്ലാ ഈശ്വരന്മാരും അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവാനായി പ്രാർത്ഥിക്കുന്നു. വിശ്വാനിദേവ സവിതർ ദുരിതാനി പരാസുവ ഭദ്രബ്രഹ്മ ആസുവ. ഭദ്രമായിട്ടുള്ളത് ഏതോ അതല്ലയോ ഭഗവാനെ അറിഞ്ഞ് അനുവദിക്കണേ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മഹാമണ്ഡലേശ്വരന്റെ പാതാരവിദ്യങ്ങളിൽ മനസ്സാ നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. തിരുനാവായ മഹാമാഘമഹോത്സവം 2026 കേരള ചരിത്രത്തിന്റെ സ്വർണ്ണ താളുകളിൽ രേഖപ്പെടുത്തിയുള്ള ശ്രീ മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് അവരുടെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടുന്നു. അവരെ എല്ലാം സൂചിപ്പിച്ചുകൊണ്ട് നമുക്കായി ഒരു അവകാശം നടത്തിയ തെക്കേമഠം മാനേജർ ശ്രീ വടക്കുംപാട്ട് നാരായണൻ അവർക്ക് നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ ഈ ചടങ്ങിന്റെ അധ്യക്ഷനായി വേദി അലങ്കരിക്കുന്നത് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ശ്രീ ജി രാജേഷ് അവർകളാണ്. അധ്യക്ഷ ഭാഷണത്തിനായി അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള ഗുരുക്കന്മാരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത് ഏതാണ്ട് 270 കൊല്ലങ്ങൾക്ക് ശേഷം മഹാമാസം അതിഗംഭീരമായി വിജയിപ്പിച്ച നമ്മുടെ പൂജനീയ സ്വാമിജി മഹാമണ്ഡലേശ്വർ സ്വാമിജിക്ക് സ്വീകരണം നൽകുക എന്നൊരു ഉദ്ദേശത്തോടുകൂടിയാണ്. നാരായണ ഒരു കാര്യം മറന്നു തോന്നും. അദ്ദേഹം മഹാമണ്ഡലേശ്വര സ്വാമിയുടെ ശേഷം എനിക്ക് തോന്നുന്ന ആദ്യത്തെ 2ാമത്തെ സ്വീകരണം ഈ അകൽക്കാലികളെ ചേർന്നു. ഞാൻ അതുപോലെ തന്നെ ഇത് വിജയിപ്പിച്ചും സ്വീകരണം നൽകാൻ സാധിച്ചത് ദേവസ്വത്തിന്റെ നമ്മുടെ എല്ലാവരുടെയും വലിയൊരു ഭാഗ്യമായി നടക്കാൻ സാധിക്കുന്നു. ഈ ഒരു മഹാമാസത്തിനായി പുറപ്പെട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ആർക്കും തന്നെ ഇത് ഇത്രത്തോളം വിജയിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം മാസ് മൂവ്മെന്റ്സൊക്കെ എപ്പോഴും ഓർമ്മിപ്പിക്കാനാണ് ഉപയോഗിച്ചത്. എന്നാൽ സ്പിരിച്വൽ അവേക്കനിങ്ങും സ്പിരിച്വൽ ടീച്ചിങ്സിനെ പുറത്തെടുത്തും പ്രവർത്തനമാണ്. ഇത്തരമൊരു മാസ് മൂവ്മെന്റിന് ധൈര്യം കാണിച്ച് മുന്നിൽ വന്ന ഇതിനെ വിജയിപ്പിക്കും. അതും എല്ലാവർക്കും അറിയാം, നീറ നദിയുടെ തീരത്ത് എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിലാണ്. വളരെയധികം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഇതിന് തുടക്കം. പല പത്രത്തിലും ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടായി. പല കാര്യങ്ങൾക്കും പുറപ്പെടുമ്പോൾ അവിടുത്തെ ജനങ്ങളും അതുപോലെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകലും അതിനെയൊക്കെ
ധൈര്യമായിട്ട് മുന്നിൽ നിന്ന് നയിച്ച് അതിനെ വിജയിപ്പിച്ച് ഏതാണ്ട് നമുക്കെല്ലാവർക്കും അറിയാം, ഡൈമണ്ട് പ്രയാഗ് കുംഭമേളയിൽ ഏതാണ്ട് 60-70 കോടിയോ അതിൽ കൂടുതൽ പങ്കെടുക്കുമെന്ന് പറയുന്നു. ഇവിടെ തന്നെ ഈ കഴിഞ്ഞ 18 മുതൽ 3 കുംഭമേളയിൽ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുകയും ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ മാനികൾ തുടർന്ന് 2-3 ആൾക്കാരെ മുന്നിൽ അവിടെ നിന്ന് എല്ലാവരെയും ഒത്തുകൂട്ടി ഇതിനെ ഒരു വലിയ വിജയമാക്കിയതിന്റെ ഏറ്റവും വലിയൊരു പങ്ക് മഹാമണ്ഡലത്തിൽ തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ ആളുകളുടെയും സനാതന ധർമ്മത്തിന്റെയും എപ്പോഴും സ്പിരിച്വൽ ലീഡേഴ്സ് ശങ്കരാചാര്യന് മുതൽ ശ്രീനാഥ സ്വാമി ആണെങ്കിലും അതുപോലെ തന്നെ ചെങ്കോട്ടുമാവൻ സ്വാമി എല്ലാവരും കേരളത്തിലായിരുന്നു. ഇനി അത്തരം ഒരു നേതൃത്വം തന്നെ നമ്മുടെ മഹാമണ്ഡലത്തിൽ അവിടെ എന്നും സനാതന ധർമ്മത്തിലെ ഇനിയും ഉയർത്തിയിരിക്കും എല്ലാ ഇതും ഉയർത്തിക്കെത്തിക്കാനായിട്ട് മഹാമണ്ഡലത്തിൽ സാധിക്കട്ടെ. ഹൈന്ദവ സമൂഹത്തിന് നേതൃത്വം നൽകാൻ സാധിക്കട്ടെ. ഏത് വെല്ലുവിളിയും നേരിടാനുള്ള ധൈര്യവും അനുഗ്രഹവും അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ ഈ വേദിയിൽ ആദരവ് നൽകുന്നതിനായി നമ്മുടെ തിരുനാവായ മഹാമാഘ മഹോത്സവം 2026 കേരളത്തിന് നേതൃത്വം നൽകിയ നമ്മുടെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവന ഭാരതി മഹാരാജനെ ഈ ഒരു വേദിയിൽ ഉപഹാരം നൽകി ആദരിക്കുകയാണ്. പരമപവിത്രമായ ധാർമ്മിക മാർഗത്തിലൂടെ ഭക്തജനങ്ങളെ ആത്മോന്നതിയിലേക്ക് നയിക്കുന്ന മഹാത്മാവാണ് സ്വാമി ആനന്ദവൻ. ദൈവാനുഗ്രഹത്തിന്റെ ദീപ്തിയോടെ ത്യാഗവും തപസ്സും ആധാരമാക്കി അദ്ദേഹം നടത്തുന്ന ആത്മീയ നേതൃത്വമാണ് അദ്ദേഹം അനേകം ഹൃദയങ്ങളെ സ്പർശിച്ചത്. മഹാമാഘ മഹോത്സവം പോലുള്ള മഹത്തായ ആത്മീയ ചടങ്ങിന് മുഖ്യ നേതൃത്വം നൽകി അനുഷ്ഠാനങ്ങളെ ശാസ്ത്രാനുസൃതമായും ശുദ്ധമായും നടത്തുവാൻ സ്വാമിജിയും നേതൃത്വം വഹിച്ചു. ഭക്തിയും വിനയവും സമർപ്പണവും നിറഞ്ഞ ആ മഹോത്സവം അദ്ദേഹത്തിന്റെ ദിവ്യ സാന്നിധ്യത്തിലൂടെ ആത്മീയോത്സവമായി മാറി. ധർമ്മത്തിന്റെ മാർഗത്തിൽ സമൂഹത്തെ ഏകോപിപ്പിക്കുകയും ഭക്തിയുടെ പ്രകാശത്തിലൂടെ മനുഷ്യ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതാണ് സ്വാമി ആനന്ദവനത്തിന്റെ ദിവ്യ ദൗത്യം. മഹാമാഘ മഹോത്സവം അദ്ദേഹത്തിന്റെ തപോ വൈഭവത്തിന്റെയും ദൈവാനുഗ്രഹത്തിന്റെയും സാക്ഷ്യമായി നിലകൊള്ളുന്നു. സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് അവർക്ക് ഉപഹാരം നൽകുന്നതിനായി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിമാർ ശ്രീ കെ ഗിരീഷ് കുമാർ, ശ്രീ ജി രാജേഷ് അവരുടെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ആദരം ഏറ്റുവാങ്ങുന്നതിനായി സ്വാമിജിയെയും സാധനം ക്ഷണിച്ചിട്ടുള്ളത്. ഇന്നത്തെ മഹനീയ വേദിയിൽ സ്വാമിജിയെ ആദരിക്കുന്നതിനായി എത്തിച്ചേർന്ന മറ്റൊരു സംഘടന കൂടി ഇവിടെയുണ്ട്. ഹിന്ദു എക്കണോമിക് ഫോറം തൃശ്ശൂർ. അവരെയും ഈ ഒരു വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. വൈസ് പ്രസിഡന്റ് ശ്രീ രവീന്ദ്രൻ, കോർഡിനേറ്റർ പീരീഷ് എന്നിവരെ ഈ ഒരു മഹനീയ വേദിയിലേക്ക് സ്വാമിജിയെ ആദരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു.
ശ്രീ ശങ്കര സന്യാസി പരമ്പരയ്ക്ക് വേണ്ടി ശ്രീ വടക്കുംപാട് നാരായണൻ അവർ സ്വാമിജിയെ ആദരിക്കുന്നു. അടുത്തതായി വേദിയിൽ മഹാമാഘ മഹോത്സവം ചരിത്ര സംഭവമായി മാറുന്നതിൽ സ്തുത്യർഹമായ പങ്കുവഹിച്ച തൃശ്ശൂരിലെ ധർമ്മസേവകരെ ആദരിക്കുന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. ആദ്യമായി ശ്രീ കെ കേശവദാസ്, മഹാമാഘം മഹോത്സവത്തിന്റെ ചീഫ് കോർഡിനേറ്റർ, സൗത്ത് ഇന്ത്യൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജുന അഗാഡിയുടെ കാളികാപീഠം ട്രസ്റ്റിയാണ്. മഹാമാഘ മഹോത്സവത്തിന്റെ പൂർണ്ണമായ നേതൃത്വം വഹിച്ച വ്യക്തിത്വം. അദ്ദേഹത്തെ പൊന്നാടണിയിച്ച് ആദരിക്കുന്നതിനായി മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് അവരെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ കെ കേശവദാസ് അവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഉപഹാരം നൽകുന്നതിനായി ചലച്ചിത്ര താരം ശ്രീ ദേവൻ അവരുടെ ക്ഷണിച്ചു. ജയരാജ് മിത്ര, മഹാമാഘ മഹോത്സവത്തിന്റെ മീഡിയ കണ്ടന്റ്സ് കോർഡിനേറ്റർ, മഹാമാഘവുമായി ബന്ധപ്പെട്ട മുഴുവൻ ചരിത്രവും എഴുതിയത് ഇദ്ദേഹമാണ്. എഴുത്തുകാരൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ അദ്ദേഹം മാമാങ്കം എന്ന പുസ്തകത്തിന്റെ രചയിതാവുമാണ്. ശ്രീമാതാ അമൃതാനന്ദമയി ദേവി പുസ്തക പ്രകാശനം നിർവഹിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിനെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടു. ശ്രീമതി സുമിത മേനോൻ, മഹാമാഘ മഹോത്സവത്തിന്റെ ഭരണനിർവഹണ ഓഫീസ് നിർവഹണ രംഗത്ത് സ്തുത്യർഹമായ സേവനം നടത്തിയ വ്യക്തിത്വം. പ്രയാഗ്രാജ് കുംഭമേളയിൽ നിന്ന സാന്നിധ്യം. കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തി സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച മഹത് വ്യക്തിത്വം. അവരെ ആദരിക്കുന്നതിനായി ശ്രീ വടക്കുംപാട് നാരായണൻ അവരെ സാദരം ക്ഷണിച്ചുകൊണ്ടു. ശ്രീ നദീഷ് കരിമുടത്തെ, ശ്രീ വിനായക പരമേശ്വർ, മഹാമാഘ മഹോത്സവത്തിന്റെ വിഷ്വൽ എഡിറ്റർ, ചലച്ചിത്ര രംഗത്ത് ആർട്ട് ഡയറക്ടറായി പ്രവർത്തിച്ചു വരുന്നു. മഹാമാഘ മഹോത്സവത്തിന്റെ ഭക്തിസാന്ദ്രമായ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും മാധ്യമരംഗത്തും പ്രചരിപ്പിച്ചിട്ടുള്ളത് ഇദ്ദേഹം വഴിയാണ്. അദ്ദേഹത്തിന്റെ സ്തുത്യർഹമായ സേവനങ്ങൾക്ക് ഇനി വേദിയിൽ ആദരവ് നൽകുകയാണ്. ശ്രീ ദീപു കെ ദിവാകരൻ, മഹാമാഘ മഹോത്സവത്തിന്റെ കോർഡിനേറ്ററിൽ ഒരാൾ. വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ച മഹത് വ്യക്തിത്വം. ഇന്നത്തെ ഈ വേദിയിൽ അദ്ദേഹത്തിനെയും ആദരവ് നൽകുന്നു. ശ്രീ ആസാദ് PS, മഹാമാഘ മഹോത്സവത്തിന്റെ മീഡിയ അസോസിയേറ്റ് കോർഡിനേറ്റർ. പുസ്തക പ്രകാശന രംഗത്തും ചലച്ചിത്ര രംഗത്തും സജീവമാണ്. അദ്ദേഹത്തിനും ഈ ഒരു മഹാമാഘ മഹോത്സവത്തിന്റെ ആദരണ വേദിയിൽ ആദരം നൽകുകയാണ്. അടുത്തതായി നമ്മുടെ സേവാഭാരതി അംഗങ്ങളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്.
ഭാരത ചരിത്രത്തിലെ ഏതൊരു ആപൽഘട്ടങ്ങളിലും ജനങ്ങൾക്കെല്ലാം താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സേവന സന്നദ്ധരായ സേവാഭാരതിയുടെ പ്രവർത്തകരുടെ ത്യാഗത്തെയും സേവനത്തെയും വിസ്മരിക്കാവുന്നതല്ല. ഈ വിശിഷ്ടമായ വേദിയിൽ സേവന സന്നദ്ധരായ നമ്മുടെ പ്രവർത്തകരെ ആദരിക്കുകയാണ്. അവരുടെ പ്രതിനിധികളായി ഇവിടെ എത്തിച്ചേർന്ന സേവാഭാരതി ജില്ലാ പ്രതിനിധികളെ ആദരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഈ വേദിയിലെ സന്നദ്ധ പ്രവർത്തകർക്കുള്ള ഉപഹാരങ്ങൾ നൽകിയ എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ വിശിഷ്ട വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ നമുക്ക് പരിചയപ്പെടാം. പ്രശസ്ത സിനിമാ താരം ശ്രീധരൻ, അദ്ദേഹത്തിനെ നമുക്ക് എല്ലാവർക്കും പ്രിയമാണെന്ന് നമുക്ക് പരിചിതമാണ്. അദ്ദേഹത്തെ ഈ ഒരു മഹനീയ വേദിയിൽ നമ്മോട് സംസാരിക്കുന്നതിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിൽ നിന്ന് വിശിഷ്ട വ്യക്തികളെ, സ്വാമിജി, പിന്നെ മുരുക യുഗത്തിലെ രജിത് കുമാർ എന്ന് പറയുന്ന ക്യാപ്റ്റൻ, ഒരു പുതിയ ലോകത്തിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടി സ്വയം കച്ചവടത്തി ഇറങ്ങിയ അദ്ദേഹം, രജിത് കുമാർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, എല്ലാവർക്കും എൻ്റെ ഒരു സന്തോഷം നിറഞ്ഞ ഒരു സായാഹ്നം നേരുന്നു. 2 മിനിറ്റ് ഞാൻ എന്നെ പറ്റി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാണുമ്പോൾ എൻ്റെ ഓർമ്മകൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പോവുകയാണ്. പാറമക്കാവ് എന്ന് പറഞ്ഞാൽ പാറമക്കാവ് വടക്കനാഥൻ ഇതോമ്പാടി. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് രാവിലെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, അതായത് 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തെ കാര്യം പറയുന്നത്, രാവിലെ അമ്മ ഞങ്ങളെ വന്ന് 4:30 മണിക്ക് എണീപ്പിക്കുമ്പോൾ എണീറ്റ ഉടനെ നമ്മൾ കേൾക്കുന്നത് കേശാദിപാദം തൊടുന്നീ എന്ന് പറയുന്ന ഒരു ഗാനമാണ്. അതോടുകൂടി അവിടുന്ന് എഴുതി കഴിഞ്ഞാൽ പൂജാറൂമിൽ പോയാൽ അമ്മ കത്തിച്ചു വെച്ച നിലവിളക്ക് കണ്ടുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഒരു ദിവസം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞാൽ കുളിപ്പിച്ച് നേരെ ആദ്യമൊക്കെ വളരെ ചെറുപ്പത്തിലൊക്കെ അമ്മയുടെ വിരൽ പിടിച്ചിട്ടാണ് അമ്പലത്തിൽ പോകും. അതിനുശേഷം പിന്നെ ഞങ്ങൾ ആദ്യം പാറമക്കാവിൽ വരും, തൊഴുത് വടക്കനാഥൻ ക്ഷേത്രത്തിൽ പോകും. അത് തൊഴുത് തിരുവമ്പാടി ക്ഷേത്രത്തിൽ പോയി തൊഴുത് അങ്ങനെ 1.5 മണിക്കൂർ നേരം രാവിലെ ഇതാണ് ദിനചര്യ. ഞാൻ ഇവിടെ സെക്രട്ടറി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിച്ചത് 1 മുതൽ 4 വരെ. അതിനുശേഷം മോഡൽ ബോയ്സ് ഹൈസ്കൂളിൽ പഠിച്ചു. അതിനുശേഷം സെയിൻറ്റ് തോമസ് കോളേജിലാണ് എൻ്റെ ഡിഗ്രി എടുത്തത്. അതുവരെ ഈ ഡിഗ്രി കഴിയുന്നത് വരെ ഞാൻ ഈ ചടങ്ങ്, രാവിലെയുള്ള ഈ ചടങ്ങ്, ഈ മണ്ണ്, ഈ പ്രദക്ഷിണം വഴിയിലെ ഓരോ മണൽ തരിക്കും എന്നറിയാം. എനിക്ക് ആ മണൽ തരികളെ എനിക്ക് തിരിച്ചറിയാൻ വേണ്ടി ഇപ്പോഴും ഇപ്പോൾ ഞാൻ വന്നിരിക്കുമ്പോൾ എൻ്റെ ഓർമ്മ മുഴുവൻ അങ്ങ്
അങ്ങ് ഫ്ലാഷ് ബാക്കിലേക്ക് പോയി അതാണ് പറഞ്ഞു നടന്നത്. പിന്നെ ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സ്വാമിജി അവിടെ തിരുനാവായി പറഞ്ഞ ആദ്യമൊക്കെ പോകുമ്പോൾ ഞാൻ കുറേ വർഷം പോയിട്ടുണ്ട്, ഇപ്പോഴും പോകാറുണ്ട്. സാധാരണ പോകാറുള്ളത് എല്ലാ വർഷവും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും എൻ്റെ ഭാര്യയുടെയും ശ്രാദ്ധം അതിൻ്റെ ചടങ്ങ് അവിടെ വെച്ചിട്ടാണ് ചെയ്യാറ്. ആദ്യം അച്ഛൻ പോയി, പിന്നെ അമ്മ പോയി, അതിനുശേഷം ഭാര്യയും പോയി. പക്ഷെ ഇപ്പോഴും ആ ഒരു ചടങ്ങ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്നൊക്കെ പോകുമ്പോൾ തിരുനാവായി എന്ന് പറയുന്ന ഒരു സ്ഥലം ആർക്കും അത്ര പ്രാധാന്യം ഉള്ളതായി എനിക്ക് തോന്നാറില്ല. അന്ന് ശ്രാദ്ധം കൊടുക്കുന്ന ആ സമയത്ത് അവരുടെ ശ്രാദ്ധ ചടങ്ങിന് വേണ്ടി മാത്രം വരുന്ന കുറേ ആൾക്കാർ നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് ഉണ്ട്, ടോക്കൺ ഉണ്ട്. ഞങ്ങളുടെ ടോക്കൺ നമ്പർ 7 അപ്പൊ അത് നോക്കി നിൽക്കും, അവർ വിളിക്കും, ഇത് കഴിക്കും, അങ്ങനെ പോകും. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇത് തിരുനാവായ എന്ന് പറയുന്ന ആ പവിത്രമായ ഭൂമി, പവിത്രമായ ആ നിള നദി, ഭാരതപ്പുഴ എന്ന് പറയുന്ന പവിത്രമായ ഒരു സംഗതി, ഞാൻ ഈ ഇവിടെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ലജിയുടെ എല്ലമ്പാർട്ടി എന്ന് പറയുന്ന സംഘടനയുടെ ഒരു അംഗമാണ് ഞാൻ. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ജ്ഞാനം ചെയ്യാനായിട്ട് ഞങ്ങൾ ജാതിയായി ചെന്നു. അങ്ങനെ ഈ നിള നദിയിലേക്ക് ഞാൻ ഇറങ്ങുന്നു. ഇറങ്ങി ഞാൻ ഒരു മുങ്ങിയപ്പോ ഇവിടെ നിന്നും എന്റെ കാറുകൾ വന്ന് അരച്ചിട്ട് എനിക്ക് ഞാൻ എനിക്ക് തോന്നിയതാണോ അല്ലെങ്കിൽ സ്വപ്നമാണോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് നിലവിളികൾ ഞാൻ കേട്ടു. നദിയിൽ ഞാൻ മുങ്ങിയപ്പോൾ ആ നിമിഷങ്ങളിൽ എൻ്റെ ചെവികൾക്കുള്ളിലേക്ക് കുറേ നിലവിളികളെ കേട്ടു. ആ നിലവിളികൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 1921 ആ ഭൂമിയിൽ നിളയുടെ തീരത്ത് നടന്ന കൂട്ടൻ കൊലകളുടെ ചരിത്രം നമുക്കറിയാം. ഹിന്ദുക്കളെ കൊന്ന് തലവെട്ടി ഗർഭിണിയായ അമ്മ പെങ്ങന്മാരെ ചവിട്ടി കൊന്ന് കിണറുകളിൽ എടുത്ത് കിണർ മൂടുന്ന ഒരു സന്ദർഭം. കിണറുകൾക്ക് സാധാരണ മണ്ണിട്ട് മൂടുന്ന പറയുന്നുണ്ട്. കിണറിൽ ശവശരീരങ്ങളിൽ നിന്ന് മൂടിയ ഒരു കാലഘട്ടം നമ്മൾ മറക്കരുത്. അത് നമുക്ക് ഈ തിരുനാവായയിൽ വരുന്ന ഓരോ ഭക്തനും ഓരോ ഹിന്ദുവും അത് മനസ്സിൽ കൊണ്ടുനടക്കണം. ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് അതിനകത്ത്, അതൊക്കെ വേറെ വിഷയമാണ്. അങ്ങനെയുള്ള ആ സ്ഥലത്ത് ഒരുപാട് കണ്ണീര് കൊണ്ടാണ് നിലമുണ്ടായത്. കുറെ ഹിന്ദുക്കളുടെ നിലവിളികൾ, അതിൽ നിന്നും ഉത്ഭവിച്ച കണ്ണീരാണ് ഭാരതപ്പുഴയുടെ വെള്ളമായിട്ട് വരുന്നത്. ആ ഒഴുക്കാണ് നമ്മൾ എന്നും കാണുന്നത്. എന്നും കണ്ണീര് കണ്ടുകൊണ്ടാണ് ഭാരതപ്പുഴ കരയുകയാണ്. പക്ഷെ ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാരതപ്പുഴ ഞാൻ ഇന്ന് കഴിഞ്ഞ ആഴ്ച ഈ ഒരു ചടങ്ങിലേക്ക് സ്വാമിജിയെ ഒരു 10,000 ലക്ഷക്കണക്കിന് നമസ്കാരം ചെയ്യാൻ കാരണം അദ്ദേഹത്തിന്റെ ആ ഒറ്റ ആളുടെ ഒരാളുടെ പ്രയത്നം കൊണ്ട് മാത്രമാണ് ഒരു മഹാസംഭവം നമ്മുടെ നാട്ടിൽ കാരണം ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ചേഞ്ച് ഉണ്ടാക്കണമെങ്കിൽ ഒരാൾ മതി. ഒരാളെ ഇറങ്ങിയാൽ അതിന്റെ പിന്നിൽ ലക്ഷം ആൾക്കാർ വരുമെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് നമ്മളുടെ ഈ കുംഭമേള നടത്തുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത്. കാരണം അവിടെ നമ്മുടെ സർക്കാരുകൾ എതിർത്തു, സർക്കാർ സംവിധാനങ്ങൾ എതിർത്തു. ആ ചടങ്ങ് എങ്ങനെയെങ്കിലും തടയാൻ വേണ്ടിയിട്ടുള്ള സർവ്വവിധ കാര്യങ്ങൾ അവർ ചെയ്തു. കോടതിയിൽ വരെ ഫയൽ ചെയ്തപ്പോൾ കേസുകൾ ഉണ്ടാക്കി. എന്നിട്ടൊന്നും
ഒരു കോടതിയും അത് സ്വീകരിച്ചില്ല. അങ്ങനെ വളരെയധികം ത്യാഗത്തിന്റെയും അതിന് അലഞ്ഞുകൊണ്ടിരിക്കുന്ന അനാഥമായ അന്ന് കണ്ടത് എനിക്ക് വെച്ചാൽ അനാഥമായി വർഷങ്ങളായിട്ട് യുഗങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് അനാഥമായി കിടന്ന ആ ഹിന്ദുക്കൾക്ക് ഈ ഒരു സനാതന ഉയർത്തെഴുന്നേൽപ്പ് ഇവിടെ ഞാൻ കണ്ടു. ഹിന്ദുക്കളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മൾ കണ്ട ഈ നിളാകാരുടെ കണ്ട ആ ജനക്കൂട്ടത്തിന്റെ ശക്തി. ആ ശക്തി കണ്ട് സർക്കാരുകൾ ഞെട്ടി, പൊളിറ്റിക്കൽ പാർട്ടികൾ ഞെട്ടിപ്പോയി. കാരണം ഭാരതത്തിലെ അതായത് ഭാരത സംസ്കാരത്തെ എതിർക്കുന്ന എല്ലാവരും ഞെട്ടിപ്പോയി. മറ്റെന്തൊക്കെയോ ആരുടെയെങ്കിലും കയ്യിൽ പോകേണ്ട ആ ഭൂമിയിലേക്ക്, ഇത് എന്റെ ഭൂമിയാണ്, എന്റെ മണ്ണാണ്, അത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്റെ മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട് അവിടെ ഓരോ കാൽപ്പാടുകളോട് ഞാനവിടെ കണ്ടു. ഹിന്ദുക്കളുടെ കാൽപ്പാട്. അപ്പോ അത് കണ്ടപ്പോ ഞാൻ വികാരഭരിതനാവുന്നുണ്ട്. ആവണം, നമ്മളാവാത്തതുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ഈ സ്വാമിജി ചെയ്ത ആ ഒരു ദൗത്യം ഇത് ആരംഭമാണ്. പണ്ട് നമുക്കറിയാം, ഞാൻ ഒരുപാട് സന്യാസിമാരുടെ ചില ഈ വേദികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട്. അപ്പൊ ഞാൻ പലപ്പോഴും സന്യാസിമാരോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ ജപിക്കുന്നു, മെഡിറ്റേഷനിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, അതൊന്നും നിങ്ങളുടെ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്, ഈ രാഷ്ട്രത്തിന്റെ മറ്റുള്ളവരുടെ മോക്ഷത്തിന് വേണ്ടിയിട്ടില്ല, അവരുടെ ആത്മസുഖത്തിന് വേണ്ടിയിട്ടാണ്. അതിൽ വളരെ വ്യത്യസ്തനായ ഒരു സ്വാമിയാണ് നമ്മുടെ ഈ രാഷ്ട്രത്തിന് വേണ്ടി അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുന്നു. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്, അദ്ദേഹം ഈ ദൗത്യം ഇവിടെ ഉപേക്ഷിക്കരുത്. ഞങ്ങളുടെ നേതൃത്വം സ്വാമിജി ഏറ്റെടുക്കണമെന്നുള്ള ഒരു അപേക്ഷയോടെ ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇനിയും പറയാനുണ്ട്, മറ്റൊരു അവസരത്തിലാവാം എന്ന് പറഞ്ഞുകൊണ്ട്, ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അവിടെ പോലീസുകാരുണ്ടായിരുന്നില്ല. പോലീസ് ഇത്രയും 1,00,000 ആൾക്കാർ എല്ലാ ദിവസവും വന്നു പോകുന്ന ഒരു ജനസമൂഹത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് അവിടെ പോലീസ് 10-15 പോലീസുകാർ ഞാൻ കണ്ടിരുന്നു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു പോയിന്റിൽ കൂടി ഒരു നിമിഷത്തിന്റെയോ ഒരു അവസരത്തിലോ ഒരു അൺട്രൂഡായിട്ടുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടായില്ല. അവിടെ വന്ന എല്ലാ ഭക്തരും സ്വയം സേവകരായിട്ട് മാറി എന്നുള്ളതാണ്. അതിന് ഏറ്റവും കൂടുതൽ ഞാൻ അംഗീകാരപ്പെടുത്തേണ്ടത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ അത് മാത്രമല്ല എല്ലാവരും വരുന്നത്. അത് പിന്നെ നമുക്കൊന്നും എത്ര നന്ദി പറഞ്ഞാലും നിവൃത്തിയില്ല. അവരുടെ ആ ത്യാഗം എത്ര ദിവസമാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു പ്രത്യേകമായ രൂപത്തിലേക്ക്, അതായത് ഇന്ന് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നതിന്റെ ഞാൻ അർത്ഥം, നമ്മൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതിന്റെ സ്പിരിറ്റ്, ഇതിന്റെ ശബ്ദം ഒരിക്കലും താഴരുത്. നമ്മൾ ഈ നിമിഷം മുതൽ മുന്നോട്ട് പോകണം. അതാണ്, അല്ലെങ്കിൽ നമ്മൾ കൈവിട്ട് പോകാമായിരുന്ന ഒരു ഭൂമിയിലേക്കാണ് നമ്മൾ ചെന്നത്. ആ സ്ഥലം അങ്ങനെയായിരുന്നു, വളരെ വളർച്ചയിലായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അത് നമ്മൾ പിടിച്ചടക്കി. അക്രമത്തിലൂടെയല്ല, നാമജപങ്ങളിലൂടെ, പൂജാതി കർമ്മങ്ങളിലൂടെ. അവിടെ ഇന്ത്യയിലുള്ള എല്ലാ മഹാരഥന്മാരായ മഹർഷിമാരും വന്നിരിക്കുന്നു, അഘോരികളും കുടുംബം തന്നെ. അതിന്റെ വീഡിയോ കാണുമ്പോഴാണ് ഭാരതീയ സംസ്കാരത്തെ നമ്മൾ ഓർമ്മയിൽക്കൊള്ളുന്നത്. അത്തരം വലിയൊരു സംസ്കാരത്തിന്റെ ഉടമകളാണ് നമ്മൾ. ഒരു ശക്തിക്കും ലോകത്തിന് ഏതൊരു ശക്തിക്കും തകർക്കാനാവാത്ത ഒരു സനാതന ധർമ്മം എന്നുള്ള ധർമ്മം ഒരിക്കലും സാധിക്കില്ല. എത്രയോ
എത്രയോ വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ, 1000 വർഷങ്ങൾ ഇവിടെ ശ്രമിച്ചിട്ട് അവർ ഒന്നും ശബ്ദത്തില്ല. ആ ഹിന്ദുയിസം എന്ന മഹത്തായ ആ സംസ്കാരം ഇന്നും ശക്തമായി നിൽക്കുന്നു. ഒരാൾക്കും അതിനെ, ഒരു ശക്തിക്കും അതിനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്, വന്ദേ മാതരം. അമ്മേ ശരണം, ദേവി ശരണം, ശക്തി ശരണം. ഓം നമഃ ശിവായ. സംഭവം തിരുനാവായ മഹാമാഘ മഹോത്സവത്തിന്റെ 2026 അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമ്മോട് സംബന്ധിച്ച ശ്രീ ദേവന് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നതിനായി ശ്രീ രജിത് കുമാർ LMR ക്യാപ്റ്റൻ അവരുടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. കുംഭമേള നമ്മളെ സംബന്ധിച്ച്, കേരളീയനെ സംബന്ധിച്ച് ഉത്തരേന്ത്യയിലെ എവിടെയോ കിടക്കുന്ന ഒരു സന്യാസന്മാർ കൂട്ടം കൂടുന്ന ഒരു സംഭവമാക്കുമായിരുന്നു കഴിഞ്ഞ പ്രയാഗ്രാജ് കുംഭമേള ഉൾപ്പെടെ. പക്ഷെ ഈ കുംഭമേള ചിട്ടപ്പെടുത്തിയ ആൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ നമ്മുടെ വിശ്വഗുരുവായ ആദിശങ്കരാചാര്യ. അദ്ദേഹം ചിട്ടപ്പെടുത്തിയ മനോഹാരിത മനസ്സിലാക്കി നമുക്കറിയാം. നമ്മുടെ ഭാരതീയ ആത്മീയ പാരമ്പര്യം ലോകത്ത് എത്രയോ സംസ്കാരങ്ങൾ തകർന്നു തരിപ്പണമായപ്പോഴും അതിശക്തമായി നിൽക്കുന്ന ആത്മീയ പരമ്പരയ്ക്ക് കാലത്താൽ നമ്മുടെ ഗുരുക്കന്മാർ അത് ഓരോ കൈകളിലായി വന്ന് അത് ഒഴുകി കിടത്തുന്നു. അത് വേദമുണ്ട്, യാഗമുണ്ട്, കൗളമുണ്ട്. പക്ഷെ എല്ലാം കൂടി ചേരുന്ന ഒരു മാസക്കാലം അവിടെ അവർ തമ്മിൽ ഡിസ്കഷൻ നടക്കുന്നു. അത് പുതിയ ചിന്താധാര ഉയർന്നു വരുന്നു. അതിനൊക്കെ വേണ്ടി ശങ്കരാചാര്യർ 1200 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ ചിട്ടവട്ടങ്ങൾ ഇന്നും അതിശക്തമായി തുറന്നു കൊണ്ടുപോകുന്ന കാലഘട്ടത്തിൽ പ്രയാഗ്രാജ് കുംഭമേളയ്ക്ക് തൊട്ട് മുമ്പാണ് നമ്മുടെ സ്വാമി ഭാരതി ബഹുമാനപ്പെട്ട മഹാമണ്ഡലേശ്വരായി സ്ഥാനമേൽക്കുന്നത്. അതും വെറും യാദൃച്ഛികമായിട്ട് അല്ലെന്ന് നമുക്കിപ്പോ അറിയാം. കാരണം കേരളത്തിലേക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗുരുപരമ്പര അനുഗ്രഹാശത്തിലൂടെ കൊണ്ടുവന്ന് നമുക്ക് തന്ന വരദാനമാണ് നമ്മുടെ സ്വാമിജി എന്ന് നമ്മൾ കേരളം തിരിച്ചറിയുന്നതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ഈ കുംഭമേള സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജയരാജാചാര്യ വളരെ കണ്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, ചരിത്രം തിരിച്ചു പിടിക്കുന്ന ദിനങ്ങളാവുന്നത്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ എന്നോ കൈവശം ചോർന്നു പോയ ഒരു മഹത്തായ സംസ്കാരം, അത് നമ്മൾ ചരിത്രം തിരിച്ചു പിടിക്കാൻ വേണ്ടി നിൽക്കുന്നതിന് നമ്മുടെ പാഠപ്പുറയിലെ ഓരോ മണത്തിലേക്കും നമുക്ക് പറഞ്ഞു തരാൻ ഒരുപാട് കഥകളുണ്ട്. അവിടെ നടന്ന ആഘോഷങ്ങൾ, കച്ചവടങ്ങൾ, രക്തചൊരിച്ചിലുകൾ, പക്ഷെ എല്ലാം നമ്മളെ കൈവിട്ടു പോയി. നമ്മുടെ മുൻ തലമുറ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു തിരിച്ചു പിടിക്കണം. പക്ഷെ അത് എളുപ്പമായിരുന്നു. അതിന് യോജിക്കപ്പെട്ട ആൾക്കാർ വന്ന് മാത്രമേ നടക്കൂ. അങ്ങനെ ഒരാളുകളെ എത്തിച്ചേർന്നു, അത് തിരിച്ചു പിടിച്ചു. അദ്ദേഹത്തിന് ഒരു വീട്ടിൽ കാലോത്ത് കേരളത്തിലേക്കോ ലക്ഷങ്ങൾ അവരോട് ചെയ്തു. ആ ഒരു പൗരാശക്തി അദ്ദേഹത്തിലേക്ക് ഒരുപാട് സന്തോഷം. അദ്ദേഹം ഞങ്ങളെ വിളിച്ചെല്ലാം ഞങ്ങൾ ഏറ്റവും ഭാഗ്യം എന്ന് വിശ്വസിച്ചുകൊണ്ടെന്ന് അവിടെ എത്തി ഒരു കാലം കുതിച്ച് ദേവജി പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ച് ഘോഷയാത്രയെ പോയി സ്നാനം ചെയ്തു. ഒരു ആഘോഷമാക്കി മാറ്റി. ഈ ആഘോഷം ആത്മീയ ആഘോഷം, അതാണ് നമുക്ക് വേണ്ടത്. ആത്മീയതയെ ആഘോഷമാക്കാൻ എങ്ങനെ പറ്റുന്ന മനസ്സിലാക്കിയാൽ നമ്മളെ രക്ഷപ്പെടുത്തിട്ടുണ്ട്. നമ്മുടെ സാമീപ്യം അദ്ദേഹം എത്ര യോഗങ്ങൾ മാത്രമേ കസേര തീരുമാനാത്തപ്പോ കസേരയാക്കി പണിയെടുക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഗുണം അത്തരം ഒരാളെ നമുക്ക് തന്നത് ഒരു പരമ്പരയ്ക്ക് നമുക്ക് നന്ദി പറയണം. കാരണം ഒരു ലീഡറിന് ആവശ്യം ദീർഘവീക്ഷണം പ്രവർത്തിക്കാൻ മനസ്സിലാവും. കസേരയിൽ അനുഗ്രഹം അതല്ല പ്രവൃത്തി. നമുക്ക് ഈ മണ്ണിൽ ചില കാര്യം ചെയ്യാനുള്ളത് ദീർഘവീക്ഷണത്തോടുകൂടി ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് പിന്തളവത്തിൽ തുടർന്ന് ഒരുപാട് ആൾക്കാർ വന്നു. അതിലും കഴിവും ദീർഘവീക്ഷണമുള്ള ഒരാളെ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു. അങ്ങനെ പ്രാർത്ഥത്തിൽ നമസ്കരിക്കുന്നു. നമുക്ക് ഇനിയും അങ്ങനെ ദീർഘവീക്ഷണം
അത് കേരളത്തിന് ആവശ്യമുണ്ട്, കേരളീയ ആത്മീയ സമൂഹത്തിന് ആവശ്യമുണ്ട്, ഭാരതത്തിന് ആവശ്യമുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച ആൾക്കാർ, ഒരുപക്ഷെ നിങ്ങളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഇതിനുവേണ്ടി പ്രവർത്തിച്ച ആൾക്കാരായിരിക്കും. ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാക്കൾ പുതിയ രൂപം കൊണ്ട് അതിന് ഭാഗമായി ചേർന്നിരിക്കുക. കാരണം ഇതിനോട് പ്രവർത്തിച്ച എല്ലാവർക്കും എത്ര കാലം കഴിഞ്ഞാലും അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാം. ഞങ്ങൾ കുംഭമേള തുടങ്ങുമ്പോൾ, മഹാഭാരതം തുടങ്ങുമ്പോൾ അതിൽ പ്രധാന റോള് വഹിച്ചവരായിരുന്നു. എന്തൊരു എന്താ പറയുക, അത് മാത്രമല്ല കേരളത്തിൽ ചരിത്രം എഴുതുമ്പോൾ ഒരിക്കലും വിട്ടുപോകാത്തൊരു പേരായി നമ്മുടെ സ്വാമിജിയുടെ പേരും ഉറപ്പിക്കാം. എന്തായാലും വേറെ സന്തോഷമുണ്ട്. നമ്മുടെ പ്രയാഗരാജില് ഞങ്ങളുടെ 3 ദിവസത്തെ ക്യാമ്പ് നടത്തിയിരുന്നു. അന്ന് സ്വാമിജി വന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു. പിന്നെ മോഹൻജി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ തൃശ്ശൂർ വെച്ച് നോക്കുമ്പോൾ സ്വാമിജി തൃശ്ശൂർക്കാരനാണ്, അതിൽ പ്രധാന കാലത്ത് മോഹൻജി തൃശ്ശൂർക്കാരനാണ്, സ്വാമിജി തൃശ്ശൂർക്കാരനാണ്, ഒരു പാർട്ടി വഹിച്ച എല്ലാമാർക്കും തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂരിന്റെ ഒരു ആത്മീയ പാരമ്പര്യം കേരളത്തിന് പ്രധാന ആത്മീയ പാരമ്പര്യമായിട്ട് മാറുന്ന സന്തോഷം കൂടി അത് പങ്കുവയ്ക്കുന്നു. എന്തായാലും ഒരുപാട് സന്തോഷത്തോടു കൂടി നമുക്ക് ഒരുമിച്ച് സ്വാമിനൊപ്പം നമ്മുടെ പാരമ്പര്യം വീണ്ടെടുക്കാം, പുതിയ പുതിയ ഡ്യൂട്ടികളിലേക്ക് കടക്കാം. എല്ലാവർക്കും നമസ്കാരം, നന്ദി. ഓം ശരണമായ സ്വാമിജിയുടെ ദീർഘവീക്ഷണത്തിന്റെയും കർമ്മനിരതയെയും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരുടെയും പ്രവർത്തനത്തെയും പുകഴ്ത്തി പറഞ്ഞ അല്ലെങ്കിൽ നമ്മോട് സൂചിപ്പിച്ച ശ്രീ രജിത് കുമാർ LMRP ക്യാപ്റ്റൻ അവർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നാരായണൻ അവരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തിട്ടുള്ളത്. സനാതനധർമ്മത്തിലെ ദിവ്യമായ പ്രവാഹത്തിൽ സർവേശ്വരന്റെ ദിവ്യമായ സങ്കല്പത്താൽ വേദിയെയും സദസ്സിനെയും ധന്യമാക്കിയ നിങ്ങളുടെ ഓരോരുത്തരുടെയും പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. വിശിഷ്യ കേരളത്തിലെ ഹൈന്ദവ സമാജത്തിന്റെ ഒരു വിജയാഘോഷം എന്ന രീതിയിൽ നമുക്കിവിടെ ഒത്തുകൂടാൻ കാരണബോധനായ ചുനാറുകാട് മഹാമണ്ഡലേശ്വരൻ ആനന്ദവനം സ്വാമിയുടെ പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. നമുക്കറിയാം, നമ്മളൊക്കെ വലിയ ഒരു ചരിത്രത്തിന്റെ ഭാഗമാവാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കണ്ടു, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന് ചോദിച്ചു. ഇവിടെ സംസാരിച്ചവരിൽ ഭൂരിഭാഗം ആളുകളും അവരൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ വലിയതായിരുന്നു ഈ കുംഭമേളയുടെ വിജയം എന്നാണ് സൂചിപ്പിച്ചത്. യഥാർത്ഥത്തില് നമ്മുടെ കേരളത്തിലെ ഹൈന്ദവ സമാജത്തിന്റെ സ്വപ്നം കാണാനുള്ള കഴിവ് പോലും നശിച്ചിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ കുംഭമേള നടന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത്രയും വലിയൊരു വിജയം സ്വപ്നം കാണാനുള്ള കഴിവ് പോലും നമുക്ക് നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തായിരുന്നു ഈ കുംഭമേള. ഒരുപക്ഷെ അത് നമ്മുടെയൊക്കെ ഐക്യത്തിന്റെ കുറവുകളായിരിക്കണം. കാരണം വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ കുംഭമേളയുടെ സംഘാടന സമയത്ത് പല സമയത്തും സ്വാമി വിളിച്ചെങ്കിലും എന്റെ ആശ്രമത്തിൻ്റെതായിട്ടുള്ള പല തിരക്കുകളും കാരണം നമ്മളെ കൊണ്ട് കഴിയാവുന്ന ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് മറ്റ് തിരക്കുകളിലായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഭരണാധികാരികൾ ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത സമയത്ത് മറ്റൊന്നും ചിന്തിക്കാൻ നമുക്ക് നേരമുണ്ടായിരുന്ന നേരെ തീർന്നമായി ചെന്ന് സ്വാമിയോട് പറഞ്ഞു, സ്വാമി ഞങ്ങൾ എഴുതിയിരിക്കുന്നു, ഇനി എന്താണ് വേണ്ടതെന്ന് സ്വാമി പറഞ്ഞോളൂ, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാം.
ജീവിക്കാനാണെങ്കിൽ ജീവിക്കാൻ, മരിക്കാനാണെങ്കിൽ മരിക്കാൻ. ഞങ്ങളെന്താ സ്വാമിയോടൊപ്പം ഉണ്ട്, സ്വാമി പറഞ്ഞോളൂ. അപ്പൊ നേരത്തെ വടക്കുംപാട് നാരായണൻ പറഞ്ഞതുപോലെ, അക്ഷോഭ്യനായി സ്വാമി പത്രസമ്മേളനത്തിൽ പറഞ്ഞ പോലെ കുംഭമേള നിശ്ചയിച്ച രീതിയിൽ നടക്കും എന്ന് പറഞ്ഞതുപോലെ സ്വാമി പറഞ്ഞ കൂടെ ഉണ്ടാവുക. വേറൊന്നും പറഞ്ഞില്ല. അതായത് ഇവിടുത്തെ ഭരണകൂടത്തിന് പറ്റിയ ഒരു വലിയ തെറ്റ് സന്യാസിമാരുടെ പാരമ്പര്യത്തെ അളക്കുന്നതിലാണ്. കാരണം സന്യാസിമാരൊക്കെ സാധാരണ പുഴങ്ങനെ ഒഴുകി പോകുന്നു. ആ പുഴകൾ തടയണ കെട്ടിക്കഴിഞ്ഞാൽ അത് വെള്ളച്ചാട്ടമായിട്ട് അതിൽ വൈദ്യുതി ഉണ്ടാകുന്നു. അതുപോലെ എവിടെ തടയണ കിട്ടുന്നു അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ സന്യാസിമാരെ. കാരണം അതാണ് സ്വാമിയുടെ വജ്ര സമാനമായിട്ടുള്ള ആ തീരുമാനം. ഞങ്ങൾ കുംഭമേള നടത്തും. കാരണം നിശ്ചയിച്ചത് നമ്മുടെ ഗുരുപരമ്പരയാണ്. 271 വർഷം മുമ്പ് നിർത്തിവെക്കപ്പെട്ട, നൂറ്റാണ്ടുകളായിട്ട് നമുക്ക് വിസ്മൃതിയിലാണ് നമ്മുടെ കർത്തവ്യത്തെ നമ്മുടെ സ്മൃതിപഥത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഗുരുപരമ്പരകളുടെ സങ്കല്പമായിരുന്നു. ആ സങ്കല്പം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ നേരത്തെ രജിത് കുമാർജി പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രയാഗ്രാജ് കുംഭമേളയിൽ വെച്ചിട്ട് കേരളത്തിനായിട്ട് മഹാമണ്ഡലേശ്വരനെ നിശ്ചയിച്ചയച്ചത്. ഇവിടെ പല ഫേസ്ബുക്ക് ഹാൻഡിലുകളും അതുപോലെ തന്നെ പലരും നമ്മളെ എതിർക്കുന്ന പലരും പറയുന്നത് പോലെ കുളിച്ചാൽ മോക്ഷം കിട്ടുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. പക്ഷെ ഈ കുംഭമേളയിലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം സ്വാമിയുടെ ദീർഘവീക്ഷണവും സ്വാമിയെ സഹായിച്ചിരുന്ന ആ വ്യക്തികളുടെ സംഘാടന മികവും അതിന്റെ ആ നമ്മുടെ സംസ്കൃതിയോടുള്ള അഭിവാഞ്ചിയും ആ അറിവും നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മളൊക്കെ ഉയർന്നു പറക്കുന്ന ആ പട്ടത്തിനെയാണ് കണ്ടെത്തുന്നത്. ഒരു പട്ടം ഉയർന്നു പറക്കുന്ന സമയത്ത് നമ്മൾ ആ ഉയർന്നു പറക്കുന്ന പട്ടം നോക്കി ആഹ്ലാദിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അതിനെ നിയന്ത്രിക്കുന്നത് അതിന്റെ ചരടും ആ ചരടിന്റെ അറ്റത്ത് പിടിച്ചിരിക്കുന്ന 2 വിരലുകളും അതിനെ നിയന്ത്രിക്കുന്ന മനസ്സുമാണ്. ഇതുപോലെ അവിടെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ആ പൂജാ വിധാനങ്ങൾ നേരത്തെ ദേവജി പറഞ്ഞതുപോലെ അവിടെ മുങ്ങി നിവർന്നപ്പോ ഒരുപാട് നിലവിളികൾ കേട്ടു എന്ന് പറഞ്ഞതുപോലെ ആ മണ്ണ് യഥാർത്ഥത്തില് മോക്ഷം കിട്ടാത്ത ഒരുപാട് ആത്മാക്കളുടെ കഥകൾ പറയുന്ന മണ്ണാണ്. ഒരു വർഷത്തിലെങ്കിലും അവിടെ തിരക്കുള്ള സമയങ്ങളില് ഒരു മരണമെങ്കിലും നടക്കാതെ ആ നിലാനദി ഒഴുകിയിട്ടില്ല. ആ സ്ഥലത്താണ് ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോയിട്ട് പരസ്പരം ഒരു പരാതി പോലും ഇല്ലാതെ സന്തോഷപൂർവ്വം നിളയിൽ മുങ്ങി ആ ചൈതന്യത്തെ ആവാഹിച്ചുകൊണ്ട് തിരിച്ചു പോയിട്ടുണ്ട് ചെയ്യും. അവിടെ നമ്മൾ അനുഭവിച്ചത് ആ ഉയർന്നു പറക്കുന്ന പട്ടത്തെ മാത്രമാണെങ്കിൽ പിതൃയാനമാണെങ്കിലും ദേവയാനത്തിലാണെങ്കിലും ഋഷിയാനത്തിലുമാണെങ്കിലും ഒക്കെ നടന്ന ചിട്ടയായിട്ടുള്ള പൂജാവിധികൾ അത് പൂജിച്ചുകൊണ്ട് കേരളത്തിലെ ഓരോ ഗ്രാമാന്തരങ്ങളിലുമുള്ള ദേവതമാരെ പൂജിച്ചുകൊണ്ട് അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ദേവതമാരെ പോലും ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടുകളായി നമ്മൾ ചെയ്യാതിരുന്ന ആ അവർക്ക് അന്നവും വെളിച്ചവും നേടിച്ചിരുന്ന ആ സംഭവം നമ്മൾ മറന്നുപോയതായിരുന്നു. മറിച്ച് പൂജാവിധികളിലൂടെ അത് മുഴുവൻ കൊടുത്ത് ആ ദേവതകളെ മുഴുവൻ തൃപ്തിപ്പെടുത്തിയത് കൊണ്ട് ആ ദേവതമാരൊക്കെ ഉണർന്നെണീറ്റിട്ട് പറഞ്ഞു, അവരുടെ പരമ്പരകളോട് പറഞ്ഞു, എനിക്ക് ഈ ചെറിയ നിലയിൽ പോയി മുങ്ങി സനാതന ധർമ്മത്തെ കാത്തിരക്ഷിച്ച് തിരിച്ചു വാ എന്ന് പറഞ്ഞു. ആ സനാതന ധർമ്മത്തിന്റെ പ്രവാഹമാണ് യഥാർത്ഥത്തില് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ജനങ്ങള് ആ നിലയിലേക്ക് പോകാൻ വേണ്ടി ഓടിയിരുന്നു. അത്രയും പവിത്രമായിട്ടുള്ള ഒരു ചടങ്ങാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത്. യഥാർത്ഥത്തില് കേരളത്തിലെ ഒരു തന്റെ വജ്രസമാനമായിട്ടുള്ള ആ നിശ്ചയദാർഢ്യം കൊണ്ട് ഒരു അമൃത സ്നാനം കൊണ്ട് കേരളത്തിനെ
ശുദ്ധീകരിക്കുകയാണ് യഥാർത്ഥത്തിലെ മഹാമണ്ഡലേശ്വര ആനന്ദവനം ഭാരതി ചെയ്തത് എന്നുള്ളതാണ് ഈ കുംഭമേള തെളിയിക്കുന്നത്. നൂറ്റാണ്ടുകളായി നമ്മൾ ചെയ്ത ആ തെറ്റിനെ ഇന്ന് നമ്മൾ പ്രായശ്ചിത്തം ചെയ്ത് സടകുടന്ന് എഴുന്നേറ്റിരിക്കുന്നു. ഈ സടകുടന്ന് എഴുന്നേറ്റ് ഹൈന്ദവ യഥാർത്ഥത്തിലെ ഈ കേരളത്തെ, ഈ പരശുരാമ കേരളത്തെ ഭാരതത്തിന്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാനുള്ള ആ ഊർജം നമ്മൾ ആർജിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ പലരും പറയുന്നവർക്ക്, പരാതിയായിട്ട് പറയുന്നവർക്കും ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ അവഗണിച്ചു, മുഖ്യധാര രാഷ്ട്രീയക്കാർ അവഗണിച്ചു, എന്നിട്ടും നമ്മൾ വിജയിച്ചു. സത്യത്തില് ഞാൻ അവർക്കൊക്കെ നന്ദി പറയുകയാണ്. കാരണം ഈ മുഖ്യധാര മാധ്യമങ്ങളും മുഖ്യധാര രാഷ്ട്രീയക്കാരും ഒക്കെ അവഗണിച്ചത് കൊണ്ട് ഈ ഹിന്ദുവിന്റെ സനാതന ധർമ്മം ഉയർത്തെഴുന്നേറ്റത് ഹിന്ദുവിന് മാത്രം അവകാശപ്പെട്ടതാണ്, ഇവരുടെ ആരുടെയും അവകാശത്തിനല്ല എന്ന് ആത്മബോധം നമുക്കുണ്ടായിരുന്നു. ഈ കുംഭമേള നടന്നില്ലായിരുന്നെങ്കിൽ എന്ന് ചോദിച്ചാൽ അവിടെയുള്ള ഞാൻ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുടുംബം അവിടെ മുങ്ങി ഈ കുംഭമേളയിൽ ആരതി കണ്ട് തിരിച്ചു വന്നിട്ട് പിറ്റേ ദിവസം ആശ്രമത്തിൽ വന്ന് പറഞ്ഞിട്ട് ചെയ്തു, സ്വാമി സത്യത്തിൽ ഞങ്ങളൊക്കെ ഭർത്ത വാങ്ങി വയ്ക്കണമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ സാധിച്ചത്. ഇപ്പൊ മനസ്സിലായി അതിന്റെ ആവശ്യം നമുക്ക് വരില്ല. അപ്പൊ ഈ കുംഭമേള നമുക്ക് നൽകിയ ആ ആത്മവിശ്വാസം അതിന് യഥാർത്ഥത്തില് ഈ കേരളത്തിലെ ഹൈന്ദവ സമാജം കടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ശക്തി. ഏകദേശം 5 ലക്ഷം പേര് ഒരു ദിവസം വെച്ച് വന്നു എന്ന് ചിന്തിച്ചാൽ തന്നെ ഏകദേശം 75-80 ലക്ഷത്തിനടുത്ത് ആളുകൾ ആ കുംഭമേളയിൽ പങ്കെടുത്തു. 80 ലക്ഷം ആളുകൾ കുംഭമേളയിൽ പങ്കെടുത്തു എന്ന് വെച്ചാൽ ആ സംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് അത്ര വോട്ടില്ല എന്ന് മനസ്സിലാക്കണം. ഇവിടെ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് അത്ര വോട്ട് മൊത്തത്തിൽ കിട്ടിയിട്ടില്ല കേരളത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഉയർന്ന ഹൈന്ദവ സമാജത്തിന്റെ ആ വീര്യത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവുന്നത്. ഇനിയും ഇവരുടെ മുന്നിൽ നമ്മൾ പ്രോത്സാഹിച്ച് നിൽക്കേണ്ടവരല്ല, അവരുടെ അവതരണത്തിന് വേണ്ടി നിൽക്കേണ്ടവരല്ല. ഈ സനാതന ധർമ്മം വിജയിക്കാൻ വേണ്ടിയിട്ട് ധർമ്മത്തിന്റെ സേവകരാകേണ്ടവരാണ് നമ്മൾ, ധർമ്മത്തിന്റെ പോരാളികളാകേണ്ടവരാണ് നമ്മൾ. അതിനെ ഈശ്വരൻ നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അതിന് നേതൃത്വം നൽകാൻ സർവേശ്വരൻ മഹാമുൻ ആനന്ദ അവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സ്വാമി ഹരിനാരായണവർക്ക് അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ഈ വേദിയിൽ ഒരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട്. മഹോത്സവത്തിൽ നേരിട്ട് എത്താൻ കഴിയാത്തവർക്ക് ദേവതാ ചൈതന്യം അനുഭവിക്കാൻ എത്തിയവർക്ക് അതിന്റെ പ്രഭാവം നിലനിർത്താൻ മേളയിലെ യജ്ഞശാലയിലെ ക്രിയാപദ്ധതികളിൽ വെച്ച് പൂജിച്ചെടുത്ത രുദ്രാക്ഷം, ഭസ്മം, സിന്ദൂരം, പുസ്തകം, പേന, ഗംഗാജലം, പൂജാപുഷ്പങ്ങൾ, ഉണക്കിയെടുത്തത് എന്നിവ ഓരോ വീട്ടിലേക്കും എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകളായിട്ടുണ്ട്. മഹാമാഗത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭിക്കുന്ന ഈ പ്രസാദം ഇന്ന് ഇവിടെ ഈ മുഹൂർത്തത്തിൽ സ്വാമി ആനന്ദവനം മഹാരാജ് ശ്രീ രജിത് ജിക്ക് നൽകി ആരംഭം കുറിക്കുന്നു. അടുത്തതായി നമ്മൾ ഓരോരുത്തരും ഈ വേദിയിൽ കാത്തിരിക്കുന്നത് അനുഗ്രഹ ഭാഷണത്തിനായാണ്. ഈ വേദിയിലെ അനുഗ്രഹ ഭാഷണം നിർവഹിക്കുന്നതിനായി മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് അവരെ ഹൃദയപൂർവ്വം സ്നേഹാദരങ്ങളോടെ ക്ഷണിച്ചുകൊള്ളുന്നു.
എത്തിച്ചേർന്ന ആദരണീയരായ വിശിഷ്ടവർക്കും എല്ലാ സജ്ജനങ്ങൾക്കും പൂർണ്ണമായ നമസ്കാരം. ഭാരതത്തിൽ ധർമ്മത്തിന്റെ കരുത്തിന് ഓരോ ഘട്ടത്തിലും ഊട്ടി ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ ധർമ്മസംഗമങ്ങളാണ് കുംഭമേളകൾ, പുഷ്കരമേളകൾ, മാഘമേളകൾ. ഋഷീശ്വരന്മാരുടെ പ്രമാണങ്ങളനുസരിച്ച് ദേവതാ ചൈതന്യം പ്രകൃതിയിൽ ഏറ്റവും പ്രത്യക്ഷമാകുക തീർത്ഥങ്ങളിലാണ്. ആ തീർത്ഥങ്ങളിലെ ദേവതാ സാന്നിധ്യത്തെ നമുക്ക് വെളിവാക്കി തരുന്ന വിഗ്രഹങ്ങളാണ് അതിന് തീരത്തെ ക്ഷേത്രങ്ങൾ. ആ തീർത്ഥങ്ങളിൽ, ദിവ്യദേശങ്ങളിലുള്ള ഭവ്യമായ തീർത്ഥങ്ങളിൽ പുണ്യകാലങ്ങളിൽ സവിശേഷമായിട്ടുള്ള ദേവതാ ചൈതന്യത്തിന്റെ പ്രവാഹം, ആ പ്രവാഹത്തെ ശുദ്ധിയോടുകൂടി തീർത്ഥസ്നാനം ചെയ്ത് അവിടെ ജപ, പാരായണ, ധ്യാനാദികളാകുന്ന ആത്മീയ അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെട്ട് നമ്മളിലെ കർമ്മോർജമായിട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൂർവികരായിട്ടുള്ള ഋഷീശ്വരന്മാര് കുംഭമേളകളും മാഘമേളകളും ഒക്കെ ചിട്ടപ്പെടുത്തിയത്. അങ്ങനെ തിരുനാവായയും തീർത്ഥരാജായിട്ടുള്ള പ്രയാഗയും എല്ലാ വർഷവും മാഘമാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പൂർണ്ണമായിട്ടുള്ള മാഘാചരണങ്ങൾ പൗരാണികമായ കാലത്ത് നടന്നു. ഇത് ഭാരതത്തിൽ അത്രയും ചൈതന്യമുള്ള പൂർണ്ണമായ മാഘം തുടർച്ചയായി ആചരിച്ചു വരുന്ന 2 കേന്ദ്രങ്ങളാണ് പ്രയാഗ്രാജും പിന്നീട് തിരുനാവായി. ദൗർഭാഗ്യവശാൽ 270ഓളം വർഷങ്ങൾക്ക് മുമ്പ് അധിനിവേശ ശക്തികളുടെ ഭരണത്തിന് കീഴിൽ അവരുടെ ആക്രമണ കാലത്ത് കേരളത്തിൽ നടന്നു വന്നിരുന്ന ആ ഭവ്യമായ സംഗമം നിർത്തലാക്കപ്പെട്ടു. കേരളത്തിലെ സനാതന സംസ്കൃതിയുടെ ഈറ്റിലമായ അവിടെ നിന്ന് വളർന്ന് വികസിച്ചതാണ് കേരളത്തിലെ ശാസ്ത്ര പദ്ധതികൾ, വൈദികാചരണങ്ങൾ, താന്ത്രിക പദ്ധതികൾ, അനുഷ്ഠാന കലകളും ശാസ്ത്രീയ കലകളും വൈദ്യം അടക്കമുള്ള ശാസ്ത്രമേഖലകളും എല്ലാം. തുഞ്ചത്തെഴുത്തച്ഛൻ, കൈപ്പത്തൂർ ഭട്ടതിരി, പൂന്താനം തുടങ്ങിയുള്ള നിരവധി തപസ്വികളുടെ തപോഭൂമി കൂടിയായിരുന്നു ഈ നിലാവേ. ഈ ധർമ്മത്തിന് കരുത്ത് പകരുന്ന മാഘാനുഷ്ഠാനം നിർത്തലാക്കപ്പെട്ടതോടുകൂടി ഒന്നൊന്നായി ഇതെല്ലാം ക്ഷയിച്ചു. അങ്ങനെ ധർമ്മത്തെ നിലനിർത്തിയിരുന്ന സംസ്കൃതികളുടെ ക്ഷയത്തോടെ സമാജത്തിന്റെ ക്ഷയമായിരുന്നു. നേരത്തെ ഹരിനാരായണൻ സൂചിപ്പിച്ചതുപോലെ സ്വപ്നം കാണാൻ പോലും പരിമിതികളുള്ള ഒരു സമാജമായിട്ട് നമ്മൾ കാലക്രമേണമാണ്. ഒരുപാട് തപസ്വികൾ, ഒരുപാട് മഹാമനീഷികൾ, ഒരുപാട് സാധുസന്ത മഹാത്മാക്കൾ ഈ ദുസ്ഥിതിയിൽ നിന്ന് ഈ ദേശത്തെ, സമാജത്തെ കരകയറ്റുന്നതിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അക്ഷീണമായിട്ടുള്ള തപസ് ചെയ്തിട്ടുണ്ട്, പ്രയത്നം ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും പൂജനീയരായിട്ടുള്ള ഗുരുനാഥന്മാർ, ചിന്മയാനന്ദ സ്വാമിജി, സത്യാനന്ദ സരസ്വതി സ്വാമിജി, മതാമൃതാനന്ദമയി ദേവി, ചിദാനന്ദ സ്വാമികൾ, അങ്ങനെ നിരവധി മഹാത്മാക്കൾ ഈ ആധുനിക കാലഘട്ടത്തിൽ തന്നെ കേരളത്തിലെ ഹിന്ദു സമാജത്തിന്റെ ദുസ്ഥിതികളെ മാറ്റി തീർക്കുന്നതിന്, പൗരാണികമായിട്ടുള്ള പ്രൗഢിയെ വീണ്ടെടുക്കുന്നതിന് അക്ഷീണമായിട്ടുള്ള പ്രയത്നം ചെയ്ത് ഈ മണ്ണിനെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ധർമ്മത്തിന് ഏറ്റവും കൂടുതൽ കരുത്ത് പകരുന്ന മാഘം ഒരാൾ സംഘടിപ്പിക്കുന്നത്, ഒരു കൂട്ടം ആളുകൾ സംഘടിപ്പിക്കുന്നതല്ല. എല്ലാ പരമ്പരകളും അവരവരുടെ പരമ്പരകളുടെ ആചാരങ്ങൾക്കനുസരിച്ച് അവരുടെ ഗുരുനാഥന്മാരുടെ നേതൃത്വത്തിൽ വന്ന് മാഘം ചെയ്തു പോവുകയാണ്. അപ്പൊ സാധകരെ, ആ സാധകരുടെ തപസ്വികള് അവരുടെ തപസ് ദേശത്തിനും സമാജത്തിനും വേണ്ടിയിട്ട് ആ പുണ്യതീർത്ഥത്തിലേക്ക് പകരുകയാണ്. അവിടെ എത്തുന്ന സജ്ജനങ്ങൾ ആ
തപസ്സിനെ, ആ ദേവതാ ചൈതന്യത്തോടൊപ്പം തങ്ങളുടെ കരുത്തായിട്ട് അനുഗ്രഹമായിട്ട് ആവാഹിക്കുകയാണ്. അങ്ങനെ ഈ തപസ്സിന്റെയും ചൈതന്യത്തിന്റെയും വലിയൊരു പ്രവാഹത്തിന് സാക്ഷിയാകുന്ന മാസം കേരളത്തിന്റെ ഹൈന്ദവ സമാജത്തിന്റെ, ഹിന്ദു ധർമ്മത്തിന്റെ പുതിയൊരു ഉണർവിനെ അടയാളപ്പെടുത്തുന്ന കാലമാകണം എന്നുള്ള പ്രകൃതിയുടെ, കാലത്തിന്റെ, പരമ്പരയുടെ നിശ്ചയമാണ് ഈ 2026 മാസത്തിൽ നടന്നത്. അത് ഏതെങ്കിലും ഒരാളുടെയോ കുറച്ച് ആളുകളുടെ കുറച്ച് വ്യക്തികളുടെയോ തീരുമാനം കൊണ്ടോ പ്രയത്നം കൊണ്ടോ ഇച്ഛ കൊണ്ടോ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല. അതല്ല അവർ നടന്നത്. അതുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും എല്ലാ പ്രതീക്ഷകൾക്കും, എല്ലാ കണക്കൂട്ടലുകൾക്കും, എല്ലാ തയ്യാറെടുപ്പുകൾക്കും ഒക്കെ അപ്പുറത്ത് ആണ് അവിടെ സംഭവിച്ച ഓരോരോ കാര്യം. പൂർവ്വസൂരികൾ എങ്ങനെ മാർഗത്തെ നിശ്ചയിച്ചോ അതുപോലെ ഓരോ ഗുരുനാഥന്മാരും അവരവരുടെ ശിഷ്യരും പരമ്പരകളുമായി അവിടെ എത്തി വന്ന് ആ മാർഗത്തെ ധന്യമാക്കി. ഇങ്ങനെയുള്ള സംരംഭങ്ങൾക്ക് ഊർജം പകരുന്നത്, ഇത് പ്രകടമാകുന്നത് ഇപ്പോഴാണെങ്കിൽ പോലും നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ ഇതിനെല്ലാം ബലവും തുണയുമായിട്ട് തൃശ്ശൂരിൽ നിന്നാണ് പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളുടെ ചുമതലക്കാർ ഇതിനെത്തിച്ചേർന്നത്. അവരെ ഈ പൗരാവലി ആദരിക്കുന്നു എന്നുള്ളത് ഇതെല്ലാം ഒരു ചെറിയൊരു പരിപാടി. അതിന് അവരുടേതായിട്ടുള്ള മേഖലകളിൽ നിന്നുകൊണ്ട് ഒരു സഹായം, അതിൻ്റെ ഒരു കൂട്ടായ്മയിൽ ഭാഗമാകാം എന്ന് ചിന്തിച്ചു വന്നവരാണ് ഇവരൊക്കെ. പക്ഷെ അതിനുശേഷം അവർക്ക് ഒരു നിമിഷം പോലും വിശ്രമിക്കാൻ കഴിയില്ല. ആ മാഘം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ മാഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ നിശ്ചയിക്കാത്ത ആരും തന്നെ നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ ദേശത്തില്ല എന്നുള്ള സാഹചര്യമാണ്. നേരിട്ട് പങ്കെടുക്കാതെ തന്നെ ഇതിന് ബലവും ധർമ്മവും കരുത്തും ഒക്കെയായി നിൽക്കുന്ന നിരവധി ഘടകങ്ങൾ. തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തന്നെ ശങ്കരമഠങ്ങൾ ഈ മാഘം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മഠങ്ങളുടെ പ്രതിനിധിയായിട്ട് പരമേശ്വരൻ പുലിപ്പാട് വരികയാണ്. എന്നിട്ട് പറഞ്ഞു എല്ലാ മുഖ്യസ്വാമിയാന്മാർ കൂടി ഒരുമിച്ച് മാഘത്തിലെത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. ചരിത്രത്തിലെ അത്യപൂർവമായ ഒരു സന്ദർഭമാണ്. 4 ശങ്കരമഠങ്ങളിലെയും മുഖ്യ സ്വാമിയാന്മാര്, നമ്മുടെ നല്ലൂർ മഠത്തിലുള്ള എറണാകുളത്തെ സ്വാമിയാർ കൂടി ചേർന്ന് 5 സ്വാമിയാന്മാരും ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് വരും. തൃച്ചംബരം ക്ഷേത്രത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു ചടങ്ങുള്ളത്. ആ ചടങ്ങ് പോലും കൃത്യമായി എല്ലാവരും എത്തിച്ചേർന്ന്, പല ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് എല്ലാവരും എത്തിച്ചേർന്ന് നടന്നിട്ട് വർഷങ്ങൾ. പക്ഷെ പെട്ടെന്ന് ഏതാനും ദിവസങ്ങൾ കൊണ്ട് നിശ്ചയിച്ച് ഏറ്റവും മനോഹരമായി അവിടെ സ്വാമിയാന്മാരെ എഴുന്നള്ളി വരുമ്പോൾ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് അവിടെ സ്വീകരിക്കാൻ കാത്തുനിന്നത്. അവിടുത്തെ സമയപരിമിതി മൂലം ആ സംഘാടക സമിതി മാത്രം വെച്ച് നമസ്കരിക്കുക എന്നുള്ളത് നിശ്ചയിക്കേണ്ടി വന്നു. അവിടെ വന്നിരുന്ന എല്ലാവർക്കും നമസ്കരിക്കാനുള്ള ഒരു അവസരം നൽകിയിരുന്നെങ്കിൽ ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് സ്വാമിയന്മാര് മഠങ്ങളിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോ പരമ്പരകളും അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തിൽ ഈ മാഘത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ എത്തിച്ചു. തൃശ്ശൂരിലെ ശങ്കരമഠങ്ങൾ, പാറമേക്കാവ് ദേവസ്വം, തിരുവമ്പാടി ദേവസ്വം ഒക്കെ ഇത്തരം ധാർമ്മികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന പിന്തുണ, ഇവരെല്ലാം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഈ ഇത്തരം സാമാജികമായിട്ട് ധാർമ്മികമായിട്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന നമുക്കൊക്കെ വലിയ ബലമാണ്. എന്ത് കാര്യമായിക്കോട്ടെ ഏറ്റവും വൈകി പറഞ്ഞാൽ പോലും എന്തൊക്കെ സൗകര്യങ്ങളാണോ ഉള്ളത്, ഉടനെ ഓഡിറ്റോറിയം തുറക്കുകയായി, അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസ് തുറക്കുകയായി, അതല്ലെങ്കിൽ അവിടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയായി. അങ്ങനെ എല്ലാ ധാർമ്മികമായുള്ള കാര്യങ്ങളിലും ഇപ്പോൾ പാറമേക്കാവ് തിരുവമ്പാടിയും ഒക്കെ ആയിട്ട് പല ഘട്ടങ്ങളിൽ പല ആശ്രമങ്ങളുടെയും മറ്റുള്ള പരിപാടികളും ഒക്കെ ആയിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് കുറച്ച് വർഷങ്ങളൊക്കെ. അപ്പൊ ഏത് സമയത്തും അത്തരം കാര്യങ്ങൾക്കൊക്കെ ആകാവുന്ന എല്ലാ സഹായങ്ങളുമായി ഇവിടെയൊക്കെ ഇവരുണ്ട് എന്നുള്ളതൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ ദൗത്യങ്ങളെ ഏറ്റെടുക്കാൻ ഈ ധർമ്മത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഓരോരുത്തരുടെയും കരുത്ത് പോയത്.
മാഗത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയൊരു സന്തോഷം ഇതുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ട്, ഇതിന്റെ ഓരോ ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കാണുന്ന എല്ലാവരും അവരുടെ പരമാവധി നൽകിയാണ് ഈ മാഗത്തെ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചത്. ഈ മാഗത്തിലൂടെ നമ്മുടെ ധർമ്മം അതിന്റെ കരുത്തിനെ വീണ്ടെടുക്കുകയാണ്. ഈ കരുത്തിനെ വീണ്ടെടുക്കുന്നത് നമ്മുടെ ധാർമ്മികമായിട്ടുള്ള എല്ലാ സംരംഭങ്ങളെയും, ധാർമ്മികമായിട്ടുള്ള എല്ലാ കേന്ദ്രങ്ങളെയും അതിന്റെ പഴയകാലമായ പ്രൗഢിയിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഈ കരുത്തിനെ നമ്മുടെ സമാജത്തിൽ പ്രചരിപ്പിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ദേശത്തെ, നമ്മുടെ സമീപത്തെ ആശ്രമങ്ങളെ, ദേവതാ സങ്കേതങ്ങളെ, ധാർമ്മിക പ്രസ്ഥാനങ്ങളെ, അതിനെയെല്ലാം നമ്മളാൽ കഴിയുന്ന എല്ലാ തരത്തിലും അതിന്റെ പ്രവർത്തനങ്ങളിൽ കൂടെ നിന്നുകൊണ്ട് ഈ ധർമ്മത്തിന്റെ ശക്തിയെ ഈ മണ്ണിൽ കൂടുതൽ ആഴത്തിൽ, കൂടുതൽ ഫലത്തിൽ, കൂടുതൽ ഉയരത്തിൽ പ്രചരിപ്പിക്കുന്നതിന്, സംരക്ഷിക്കുന്നതിന് എല്ലാവരും തയ്യാറാക്കണമെന്ന് ഈ ഭാഗത്തുള്ള സന്യാസിമാർക്ക് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട്, അങ്ങനെ ധാർമ്മികമായി മുന്നേറി നിങ്ങളുടെ ജീവിതത്തിൽ, സമാജത്തിൽ ശ്രേയസ്സും സമൃദ്ധിയും ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു പരമ്പരയും ദേവതകളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാരതത്തിന്റെ പ്രാചീനമായ മഹാ സന്യാസികളുടെ എല്ലാ ആശംസകളും നിങ്ങൾ കേരളത്തിൽ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമ്മൾ ഓരോരുത്തരും നിർവർത്തിക്കേണ്ടുന്ന ചില ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിച്ച് നമുക്ക് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ മഹാമണ്ഡലേശ്വർ ശ്രീ ഭാരതീയ മഹാരാജാവ് അദ്ദേഹത്തിന്റെ ഭാഷണത്തിൽ അടുത്തതായി ഈ വേദിയിൽ ഇന്നത്തെ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും സദസ്സിലെ മാന്യ വ്യക്തിത്വങ്ങൾക്കും ഇവിടെ എത്തിച്ചേർന്ന് നന്ദി അറിയിക്കുന്നതിനായി ശ്രീ മനീഷ് കുമാർ അവരുടെ സാദരം ക്ഷണിച്ചു കൊടുക്കും. നമസ്കാരം. മഹാമഹോത്സവത്തോടനുബന്ധിച്ച് പ്രവർത്തിച്ചിട്ടുള്ള മഹത്വ്യക്തികളെ ആഗ്രഹിച്ചായിരിക്കും നന്ദി പറയുകയാണ് കുറച്ചു കാലത്തിന് ചിലർക്കൊക്കെ സനാതന ധർമ്മം എടുത്തു കഴിഞ്ഞാൽ ഒരു പരിഹാസമായിട്ട് വാക്ക് മാത്രമാണ്. അതിൽ നിന്ന് ഒരു സന്യാസി ശ്രേഷ്ഠന്റെ ദീർഘവീക്ഷണത്തിൽ നിന്നും അത് കേരളത്തിലെ ഒരു മഹത്വമുള്ള വാക്കായി മാറിയിരിക്കുകയാണ്. അത് മറ്റു മതസ്ഥർക്കും നമ്മുടെ ഒപ്പം ഹിന്ദു സമാജത്തിനുണ്ട്. അങ്ങനെ ആ വാക്കിന്റെ അർത്ഥം ഉണ്ടാക്കിത്തന്നാണ് ഞങ്ങളുടെ സ്വാമിക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദിയുണ്ട്. അതുപോലെ ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ എപ്പോഴാണ് എല്ലാ തരത്തിലും വിളിച്ചുകൊണ്ട് ഞങ്ങളോട് ഒപ്പം ചേർന്നതാണ്. മലയാളക്കരയുടെ ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായ ദേവജിക്ക് നന്ദി അറിയിക്കുന്നു. അടുത്തതായി ലോകത്തെ മുഴുവനുള്ള മുരുകൻ ഭക്തന്മാർക്ക് ഞാനടക്കമുള്ള ഒരു ഭക്തന്മാർക്ക് വഴികാട്ടിയും താങ്ങും തണ്ണുമായ ജനന്മാർക്കിയുടെ ക്യാപ്റ്റൻ ശ്രീ ജയകുമാർ ഈ മഹത്തായിട്ടുള്ള പരിപാടിക്ക് വെയിലുള്ള പ്രാഥമിക അഭ്യാസവും അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള അമ്മയുടെ, അതുപോലെ തന്നെ ഇതിന് സ്വാഗതം അർപ്പിച്ച ഞങ്ങളുടെ കിരിയാട്ട തിരുവമ്പാടി സെക്രട്ടറി അദ്ദേഹത്തിനും ഞങ്ങൾ ഹൃദയമായ ഭാഷയിൽ നൽകുന്നു. ഈ പരിപാടിക്ക് ദൈവം മാത്രമല്ല ആദ്യത്തെ മെസ്സേജ് അയച്ചുകൊണ്ട് ഇതിലേക്ക് ക്ഷണിച്ചത്, എല്ലാവരും ക്ഷണിച്ചത് തിരുമേനിയാണ്. തിരുമേനിയുടെ ആ സാന്നിധ്യം കൊണ്ട് തന്നെ ഈ രീതി ധന്യമായിരിക്കുകയാണ്. തിരുമേനിക്ക് എല്ലാവർക്കും നന്ദി. അടുത്തതായി സത്യസായി ട്രസ്റ്റിന്റെ മുന്നിൽ ഞാനാണ് സ്വാമി ഒഴിച്ചുകൂടാത്ത സാന്നിധ്യം. അദ്ദേഹത്തിനും ഭാഷയിൽ നന്ദി പറയുകയാണ്. കൂടാതെ ഇവിടെ ആദരവ് ഏറ്റുവാങ്ങിയ അങ്ങനെ അക്ഷീണം പ്രയത്നിച്ച ഈ മഹാമാർഗത്തെ വലിയ വിജയമാക്കി തീർത്ത ഏവർക്കും ഞങ്ങളുടെ നന്ദി അർപ്പിക്കുകയാണ്. ഇതിന് പങ്കെടുത്ത അമ്മമാർ, സഹോദരിമാർ, ഹിന്ദു സമാജത്തിന്റെ അടുത്ത യോദ്ധാക്കളെ നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ സംഘാടക സമിതിക്ക് വേണ്ടി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു.
നന്ദി ശ്രീ മനീഷ് കുമാർ. ഈ ആഭരണ സഭ ശാന്തി മന്ത്രത്തോടെ ഇവിടെ പൂർണ്ണമാകുന്നു. ശാന്തി മന്ത്രം. സഹനോ ഭുനക്തു സഹ വീര്യേണ